ഞാൻ നാളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വിലക്കി. ഇതൊക്കെ ചുമ്മാതാന്ന്. ഞാൻ രാവിലെ ചെന്ന് ലാബ് തുറപ്പിച്ച് കോട്ടയത്ത് നിന്ന് എയ്ഡ്സ് എന്ന രോഗത്തിന്റെ ആ റിപ്പോർട്ട് ഇല്ല എന്ന റിപ്പോർട്ട് രാവിലെ മേടിച്ചുകൊണ്ടെന്ന് എന്നെ പറഞ്ഞവരുടെ മുന്നിൽ കണ്ട് ഈ റിപ്പോർട്ട് ഞാൻ കാണിച്ചു. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കർത്താവിൻ്റെ ദാസൻ പ്രിയ അജികുമാർ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ അജികുമാർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. അരോമ ടിവിയിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത സാക്ഷിയുമായി നിൽക്കുവാനുള്ള ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നിങ്ങളോട് സ്തുതിക്കുന്നു. ഒരുപാട് ആളുകൾ ഈ ടി വി മിനിസ്ട്രിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും അനേകർക്ക് ആശ്വാസവും വിടുതലും നൽകുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. ഇതേ ടി വിയിൽ എന്നെയും സർവശക്തനായ ദൈവത്തിന്റെ ആ സ്നേഹം സാക്ഷ്യം പറയുവാൻ ഉപയോഗിച്ചു നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതിലെ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർ അവറുകൾ എന്നെ ഈ സാക്ഷ്യത്തിലേക്ക് നിയോഗമാക്കി കൊണ്ടുവന്ന കർത്താവിന്റെ ദാസൻ പ്രജിത് പാസ്റ്റർ, പിന്നെ ഈ ചാനലിൽ എപ്പോഴും വീക്ഷിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിവേഴ്സിനെയും, ഇതിലൂടെ വീക്ഷിക്കുന്ന സകലരെയും ആദ്യമായി കാണുന്ന എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും പേരുള്ള സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു. യേശുക്രിസ്തു ഞങ്ങളെ നടത്തിയ വിധങ്ങളെ, ഞങ്ങളെ ഇതുവരെയും പരിപാലിച്ച വിധങ്ങളെ ഈ ടിവിയിലൂടെ അനേകരുടെ മധ്യേ വിളിച്ചറിയിക്കാൻ കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. വചനം പറയുന്ന ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനമായിരിക്കുന്നതിനാൽ അമ്മൻ എന്റെ സാക്ഷ്യം ഇങ്ങനെ പറയുവാൻ കിട്ടിയ ആ വലിയ ഭാഗ്യത്തെ ഞാൻ നന്ദിയോടെ ഈ സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അജികുമാർ എന്നാണ്. ഞാൻ കോട്ടയം എന്ന ജില്ലയിൽ കുറിച്ചിയുടെ ഭാഗത്ത് ആണ് എൻ്റെ സ്വന്തം വീട്. ഞാനിപ്പോൾ ചിങ്ങവനം എന്ന സ്ഥലത്താണ് താമസിക്കുകയും കർത്താവിന്റെ വേലയിലും ജോലി സംബന്ധമായി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാര്യ സിന്ധു 3.5 വർഷം മുന്നേ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. മോൻ +2 കഴിഞ്ഞ് നിൽക്കുന്നു, മോള് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ജോലി, എനിക്ക് കെട്ടിടം പണിയാണ്. അതിന് ബാക്കി ഇടയ്ക്ക് സമയങ്ങളെല്ലാം കർത്താവിന്റെ വേലയിൽ പരസ്യമായി നിന്ന് യേശു ക്രിസ്തുവിനെ വിളിച്ചറിയിക്കുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു സഭ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സഭയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് ഒരുപാട് ദൈവദാസന്മാരെ, ദൈവമക്കളെ കൂട്ടി പല ദേശങ്ങളിലും പോയി പരസ്യമായി നിന്ന് എനിക്ക് കിട്ടിയ സൗഖ്യത്തെ കുറിച്ച് വിളിച്ചു പറയുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ ഇന്നും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥന ആദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥന ജീവിതത്തിനിടയിൽ ഞങ്ങളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറയുന്നത്, ഞാൻ ജനിച്ചു വളർന്നത് കുറിച്ചിയുടെ ദേശമാണ്. കുറിച്ചി എന്ന ആ ചെറിയ ഗ്രാമത്തിൽ ഒരു സദാ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാവും പിതാവും ഞങ്ങളെ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ട്, എല്ലാവരെയും വളർത്തുന്ന പോലെ തന്നെ അവർ കൂലിപ്പണിക്ക് ചെയ്താണ് വളർത്തിയത് വന്നിരുന്നത്. എങ്കിലും എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടു വന്നത് എൻ്റെ വീടിനകത്ത് എൻ്റെ പിതാവ് ചീട്ടുകളി നടത്തുന്ന ഒരു കാഴ്ച കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. ഒരുപാട് ആളുകൾ ഒക്കെ കൂടി കരയ്ക്കകത്ത് കൂടി ചീട്ട കളിക്കുന്ന കണ്ടുകൊണ്ട് വളർന്നു വന്നപ്പോൾ ആ സമയങ്ങളിലൊക്കെ എൻ്റെ ആഗ്രഹം ഇതുപോലൊരു ചീട്ടുകളിയാകണം എന്നുള്ളതായിരുന്നു. കാരണം അവരൊക്കെ തലയെ കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും സിഗരറ്റും ബീഡിയൊക്കെ വലിച്ചുകൊണ്ട് ചീട്ട് കളിക്കുകയും ചെയ്ത് കാണുമ്പോൾ എനിക്ക് അവരെ പോലെ ആകണം എന്നുള്ള ആഗ്രഹത്തിലാണ് എൻ്റെ വളർച്ച വന്നത്. അതിനുശേഷം എൻ്റെ മാതാവും പിതാവും പലപ്പോഴും വഴക്കൽ പിടിക്കുവാൻ ഇട വന്നു. കാരണം
ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ വഴക്കുകൾ പിടിക്കുകയും എപ്പോഴും അമ്മ പിണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്, 3 ആണും ഒരു പെണ്ണുമാണ്. അപ്പം മക്കൾ എല്ലാവർക്കും സ്നേഹമില്ലാത്തൊരവസ്ഥ. കാരണം വീടിനകത്ത് കയറാൻ മേല, എപ്പം വന്നാലും വീടിനകത്ത് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി രാവും പകലും എന്നില്ല എപ്പോഴും ഈ ഒരു കളിയുടെ അവസ്ഥയായതുകൊണ്ട് എൻ്റെ മാതാവ് പിണങ്ങി പോകുവാനിട വന്ന് ഞങ്ങളുടെയൊക്കെ വളർന്ന് വന്ന ആ കാലഘട്ടമൊക്കെ അതുപോലെ പ്രയാസത്തിലുള്ളതായിരുന്നു. നല്ല രീതിയിൽ ആഹാരം കഴിക്കുവാനോ നല്ല രീതിയിൽ ഒന്ന് ജീവിക്കുവാനോ മറ്റുള്ളവരെ പോലെ ഒരു നല്ല വസ്ത്രം ധരിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ട അറിവുണ്ട്, എൻ്റെ മാതാവ് എന്നെ പെറ്റിട്ടതിന് ശേഷം 3-ാമത്തെ ദിവസം മുതൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കുകൾ അവരെ അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്നെ വളർന്നു വരുന്നപ്പോഴെല്ലാം ഞാൻ കാണുന്നത് എൻ്റെ മാതാവ് ഒരുപാട് അവൻ കഷ്ടപ്പെടുന്നതും അവൻ സ്വതന്ത്രം കൂലിവേല ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതൊക്കെയാണ് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കണ്ട കാഴ്ചപ്പാട്. അപ്പോൾ ഒക്കെ എൻ്റെ പിതാവ് എൻ്റെ ഭവനത്തിനകത്ത് ഇങ്ങനെ ആളുകളെ കൂട്ടി ചുറ്റുകളെ വീരും ഒക്കെ പിന്നീട് കാലഘട്ടത്തിൽ മദ്യത്തിന്റെ കച്ചവടം ഒക്കെയാക്കി ഇങ്ങനെ പോകുന്നത് കാണുവാനാണ് ഇടവന്നത്. അവൻ ഇപ്പോഴും വളർന്നു വരും തോറും ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ അത് കാരണം ഒന്നും മുന്നോട്ട് പോകുവാനോ പഠിക്കുവാനോ ഒന്നും ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് എൻ്റെ പഠിത്തം 9-ാം ക്ലാസ് കൊണ്ട് നിൽക്കുവാൻ ഇടവന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം, എൻ്റെ കുടുംബത്തിനകത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ആ ഒരു ലെവലിലൊക്കെ കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. കാരണം പഠിക്കുവാനോ ഇരിക്കുവാനോ നിൽക്കുവാനോ ഒന്നും സാഹചര്യമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു ഭവനത്തിനകത്ത്. അങ്ങനെ എൻ്റെ ജീവിതം അവർ കളയുന്ന ചീട്ടുകളൊക്കെ സ്വത്രം അത് എടുത്ത് പെറുക്കി കൂട്ടി അല്ലെങ്കിൽ അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി എൻ്റെ പ്രായത്തിലുള്ള ഒരു 10 വയസ്സ് ഉള്ള ഒരു ഒരു കുട്ടി അതിനെ കൊണ്ട് അറിയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചുകൊണ്ട് എൻ്റെ ബാല്യകാലം ചീട്ട് കളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുവാനിട വന്ന് അങ്ങനെ ഒരു 10-15 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അപ്പനെ പോലെ തന്നെ ചീട്ട് കളിപ്പിക്കുന്ന ഒരു കുട്ടികളെ കൂട്ടി അല്ലെങ്കിൽ എൻ്റെ തരക്കാരായ പ്രായക്കാരായ ആളുകളെ കൂട്ടി ചീട്ട് കളിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും ആ രീതിയിലും എൻ്റെ ജീവിതം വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയായിരുന്ന സമയത്ത് എൻ്റെ മാതാവും എൻ്റെ പിതാവും പിന്നെയും വഴക്ക് ചെയ്തതിന് ശേഷം അമ്മ ഇവിടെ നിന്നും ഏറ്റുമാനൂരുന്ന ഭാഗത്തിലേക്ക് താമസം മാറിപ്പോകുവാനിട വന്നു. അങ്ങനെ അമ്മ പോയ സമയത്ത് അവിടെ 2 സ്ഥലമൊക്കെ വാങ്ങി എൻ്റെ ചേട്ടനുമായിട്ട് അവിടെ താമസിക്കാനിട വന്ന് അമ്മ പോയത് കാരണം ഇനി ഇവിടെ മറ്റൊരു സ്ഥലം നിൽക്കുവാനുള്ളത് കൊണ്ട് ഞാനും എൻ്റെ പഠനമൊക്കെ നിർത്തിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 9-ാം ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തി കുറച്ച് നാൾ ചുറ്റുകളിപ്പിയൊക്കെ നടത്തിയതിനു ശേഷം ഏറ്റുമാൻ എന്ന സ്ഥലത്ത് ഞാൻ പോകുവാനിട വന്ന് അങ്ങനെ ഏറ്റുമാൻ എന്ന സ്ഥലത്ത് പോയി ജീവിക്കുന്ന സമയമാണെന്ന് എനിക്ക് ചോദിക്കുവാനോ പറയുവാനോ ആരുമില്ലാതെ, ആരും എന്നെ നിയന്ത്രിക്കാനില്ലാത്ത, ആരും പറഞ്ഞ കേൾക്കാത്ത ആ സാഹചര്യത്തിൽ എൻ്റെ ജീവിതം വളർന്നു വരുവാനിട വന്ന് അപ്പം ആരെയും വകവെക്കാത്ത ഒരു ജീവിതമത്തിലേക്ക് എൻ്റെ സ്വഭാവം കൊണ്ടെത്തുവാനിട വന്ന് അങ്ങനെ ഏറ്റുമാനൊരു എൻ്റെ ജീവിതത്തിനിടയിൽ ഞാൻ എൻ്റെ വഴിപെട്ട ജീവിതം എൻ്റെ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ഒരു കാലഘട്ടത്തിൽ നല്ല പയ്യനായിരുന്നു പറഞ്ഞിരുന്ന എന്നെ കൊണ്ട് അവൻ വളരെ മോശമായ ഒരു പയ്യൻ എന്ന വാക്കുകൾ കേൾക്കുന്ന തരത്തിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടെത്തിക്കാനിട വന്ന് കേവലമായ ചില പ്രായത്തിൽ, അതായത് ഒരു 18-19 വർഷം ഉള്ള വയസ്സുള്ള ആ പ്രായത്തിൽ എൻ്റെ അവിഹിതമായ ബന്ധത്തിൽ എനിക്കൊരു രോഗം പിടിപെടുവാനിട വന്ന് അത് കോട്ടയത്ത് വെച്ചുണ്ടായ എൻ്റെ വഴിപെട്ട ജീവിതത്തിനിടയിൽ എയ്ഡ്സ് എന്ന രോഗമായി മാറുവാനിട വന്ന് അത് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോഴാണ് അത് എയ്ഡ്സ് എന്ന രോഗമാണെന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ മരണം ഭയം എന്നെ വേട്ടയാടുവാൻ തുടങ്ങി. കാരണം എയ്ഡ്സ് എന്ന രോഗത്തിന് മരുന്നില്ല എന്നുള്ള വാക്കുകൾ ആ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ മരണം ഭയം, അതായത് കേവലമായ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ ഏറ്റവും അധികമായി സന്തോഷിക്കേണ്ട സമയത്ത് അവൻ സന്തോഷമില്ലാത്ത മരണത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് എന്തിനും പ്രയാസം കണ്ടുകൊണ്ട് ഒരു പ്രത്യാശയില്ലാത്ത അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെയായി തീരും, എപ്പോഴാണ് മരിക്കുക എന്നുള്ള ചിന്ത മാത്രം ഉള്ളിൽ വന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോകാനിട വന്ന് ആരെയാണ് സേവിക്കേണ്ടതെന്നും അറിയാത്ത, കാരണം ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയായിരുന്നു. യേശുക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ഒരു കുടുംബ ജീവിതത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ഈ യേശുവിനെ എപ്പോഴും ഞാൻ കളിയാക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു.
അപ്പം സ്തോത്രം. അതുകൊണ്ട് തന്നെ ഏറ്റുമാന് വന്ന സമയത്ത് ഞാൻ ഇതുപോലുള്ള സുവിശേഷ വേല കാണുമ്പോഴോ അങ്ങനെ ദൈവദാസന്മാരെ കാണുകയോ ചെയ്യുമ്പോൾ അത് കുറ്റത്തോടെയാണ് കാണുന്നത്. കാരണം ഇന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവന് ഇതൊരു വലിയ പദവിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിലും അന്നൊന്നും അറിയാത്തത് കൊണ്ട് ഏറ്റവും അധികമായി പുച്ഛിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി എൻ്റെ കാലുകൾ തട്ടിയാലോ എനിക്കൊരു മുറിവ് വന്നാലോ ഞാൻ ഏറ്റവും അധികമായി തെറി വിളിക്കുന്നത് ഈ യേശുവിനെ ആയിരുന്നു. ആമേൻ സ്തോത്രം. യേശു ക്രിസ്തുവാണ് എൻ്റെ കാല് തട്ടുന്നതും അവൻ യേശുവാണ് എനിക്ക് മുറിവ് തന്നത് എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ ഞാൻ അധികമായി ഈ ദൈവത്തെ യേശുവിനെ തെറി വിളിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അവൻ ഞാൻ ഒന്നെങ്കിൽ അവൻ പുറമെ അവർ പറയും, അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ മനസ്സുകൊണ്ട് തെറി വിളിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിട്ടുണ്ട്. ആ സ്തോത്രം. എപ്പോഴും അങ്ങനെ ദൈവത്തെ തെറി വിളിക്കുമ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷം അനുഭവിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വലിയൊരു സന്തോഷം. എന്തോ ഈ ദൈവമേ അറിയത്തില്ലല്ലോ, അവൻ എന്റെ ചിന്തയിൽ മുഴുവൻ അവൻ ഞാൻ സേവിച്ചിരിക്കുന്ന ദൈവം മാത്രമാണ് യഥാർത്ഥമായ ദൈവം. ബാക്കി അവൻ ഈ യേശു എന്ന് പറയുന്നതൊക്കെ പിശാചാണെന്നൊക്കെയുള്ള പഠിപ്പീരും പഠനവും ഒക്കെ പഠിച്ചു വന്ന ഒരാളാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികമായി ജീവിത സാഹചര്യത്തിൽ 5 വയസ്സ് മുതൽ ഞാൻ വളർന്ന സാഹചര്യം യേശുക്രിസ്തുവിനെ എതിർക്കുന്നതും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ ഞാൻ പഠിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ അതിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യേശുവിനെ അത്ര അധികമായി അറിയുകയോ യേശുവിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ സുവിശേഷമായി ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ എന്റെ കുറിച്ചിയിലും ഞാൻ പോയിരുന്ന ഏറ്റുമാനൂർ ദേശത്തൊക്കെ ശക്തമായി എതിർക്കുന്ന, അല്ലെങ്കിൽ ഗ്യാങ് കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇതിനൊക്കെ എതിർക്കുവാൻ തക്കവണ്ണം അവന്റെ സ്വഭാവം കൊണ്ടുപോകാൻ ഇടവന്ന് അങ്ങനെ ഞാൻ ഈ രോഗത്തിന്റെ ഭാരവുമായി എയ്ഡ്സ് എന്ന രോഗത്തിന്റെ ഭാരവുമായി ജീവിക്കുന്ന ഒരു സാഹചര്യം, മരിച്ചാൽ മതിയെന്ന ചിന്ത എൻ്റെ അകത്ത് വന്ന്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ, അറിവ് അധികം ഇല്ലാത്തത് കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ എൻ്റെ ഈ രോഗത്തെക്കുറിച്ച് സ്തോത്രം ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാകും എന്നത് കണ്ടുകൊണ്ട് ഈ ആത്മഹത്യ ഇവിടെയൊന്നും ചെയ്യണ്ട, ഈ ദേശത്തൊന്നും ചെയ്യണ്ട, മറ്റൊരു വളരെ ആരും അറിയാത്ത സ്ഥലത്ത് പോയി അതിന്റെ ശവം പോലെ കിട്ടാത്ത സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ എൻ്റെ ഉള്ളിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ ജീവിച്ചുകൊണ്ട് ഒരു സാഹചര്യം കടന്നു വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ സ്തോത്രം ഞാനിങ്ങനെ എൻ്റെ ഒരു യാദൃശ്യമായി ഒരു സഹോദരനെ പരിചയപ്പെടുവാനിടെ വന്ന് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് കോട്ടയത്ത്. സ്തോത്രം. ആ ധ്യാനത്തിന് നിങ്ങൾ കടന്നു വരണം എന്നൊക്കെ എന്നോട് അദ്ദേഹം പറയാനിട വന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾ വരുന്നവരല്ല, ഞങ്ങൾ പോകുന്നവരല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ ഈ ധ്യാനം എന്താണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അറിയത്തില്ല. ഞാനെന്നാ എൻ്റെ ഉള്ളിൽ തോന്നി, ഇന്ന് അവിടെ പോയാൽ ആ ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ഈ ദൈവത്തിന് രോഗത്തെ മാറ്റാൻ കഴിയുമായിരിക്കും. അതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചേക്കാം. കാരണം ഒരുപാട് നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്ത് പല ക്ഷേത്രങ്ങളിലൊക്കെ പോയി, പല സ്ഥലങ്ങളിൽ ഞാൻ പോയി എൻ്റെ ഈ രോഗത്തെ മാറ്റുവാൻ ഒരുപാട് വഴിപാടുകളും നേർച്ചകളൊക്കെ നടത്തിയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എവിടെയാണ് വിടുതൽ കിട്ടുക എന്നുള്ള ആ ചിന്തയിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ സഹോദരൻ എന്നോട് പറയുന്നത് ഈ ധ്യാനത്തെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ ആരും അറിയാതെ ജോലിക്ക് പോകുന്ന, എനിക്ക് കിട്ടാൻ പണിയാണ്, ഞാൻ ജോലിക്ക് പോകുന്ന ആ സമയം ഈ മീറ്റിംഗിൽ കോട്ടയത്തിന് പോയി കൂടുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ആരും അറിയാതെ പോയി. 5 ദിവസം ധ്യാനമായിരുന്നു. എന്നാൽ 3 ദിവസത്തെ ധ്യാനത്തിന് ഞാൻ ആ ടെന്റിനകത്ത് കയറുവാനിട വന്നു. ഈ ധ്യാനത്തെ കുറിച്ചോ പ്രാർത്ഥനയെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് കൊള്ളുവാനിട വന്ന്, നിങ്ങളുടെ ഏത് രോഗത്തെ മാറ്റുവാൻ കഴിയുന്നത് ഈ യേശുവിന് കഴിയും എന്നുള്ള ഈ വാക്കുകൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിനകത്ത് കയറുവാനിട വന്നു. അതിൻ്റെ ബാക്കിയൊന്നും ആ മീറ്റിങ്ങിനെ കുറിച്ചോ മറ്റാ പ്രാർത്ഥനയെ കുറിച്ചോ ഒന്നും എനിക്കൊരു അറിവില്ല. ആരാണോ എന്താണോ ഒന്നും അറിയത്തില്ല. പക്ഷെ ആ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ യേശുവിന്റെ ഏത് രോഗത്തെ മാറ്റുമെന്നുള്ള ആ വാക്കുകൾ എൻ്റെ അകത്തൊരു പ്രത്യാശ നൽകുന്നതായി എനിക്ക് അനുഭവപ്പെട്ട്, അങ്ങനെ ഞാൻ 3 ദിവസത്തെ ധ്യാനമൊക്കെ കൂടി വീട്ടിൽ വന്ന് പിന്നെ എനിക്ക് മദ്യപാനം ഞാനത് തുടങ്ങുവാനിട വന്നു. കാരണം ഈ രോഗത്തെ മറക്കുവാൻ വേണ്ടി ഒരു മദ്യപാനമാണ് നല്ലത്, അല്ലെങ്കിൽ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് മദ്യപാനം നന്നായി ആസ്വദിക്കുവാനും രോഗത്തെ മറക്കുവാനും അതൊരു മുഖാന്തരമാക്കുവാനിട വന്നു. മദ്യപിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം മറ്റൊന്നും കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ മദ്യത്തെ കൂടുതൽ ആശ്രയിക്കാനിട വന്നു. അപ്പോൾ എൻ്റെ ഈ 20 വയസ്സ് ആ സമയങ്ങളിലൊക്കെ നല്ലതായി മദ്യപിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് കൂടി വരുവാനിട വന്ന്. എങ്കിലും ഈ ധ്യാനത്തിന് പോയ ആ ഒരു ഓർമ്മ എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ
ഒരു 11:30 മണി രാത്രി ആയപ്പോൾ ഏറ്റുമാനൂർ വെച്ച് എന്റെ ഭവനത്തിന്റെ മുറ്റത്ത് ഞാൻ ഇരുന്നു. അപ്പം ഞാൻ ആ കാലഘട്ടത്തിൽ അതിന്റെ വരവും പോക്കും ഒന്നും ഏത് സമയത്താണെന്ന് അറിയാത്തത് കൊണ്ട് എനിക്ക് പാ മുറ്റത്ത് മടക്കി വെക്കും. അങ്ങന്ന് മുറ്റത്താണ് കിടപ്പ്. കാരണം ആ വീട്ടുകാരെ എഴുന്നേൽപ്പിക്കാതെ ശല്യം ചെയ്യാതെ വരുന്ന സമയത്ത് കിടക്കാം എന്ന് കണ്ടുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ 11:30 മണി രാത്രി ഈ സമയത്ത് പായിട്ട് ഇങ്ങനെ പറയുവാനിട വന്ന്, യേശുവേ, നീ ദൈവമാണെങ്കിൽ എന്നെ സൗഖ്യമാക്കണം എന്നുള്ള ഒരു വാക്ക് മാത്രം ഞാൻ ഇങ്ങനെ മുട്ടുമേലിരുന്ന്, അന്നൊന്നും അറിയത്തില്ല എങ്കിലും അവര് പറഞ്ഞുള്ള വാക്ക് വെച്ച് യേശുവിനോട് അദൃശ്യമായി ആ സമയം ആ മദ്യത്തിന്റെ ആ ലഹരിയിൽ രോഗത്തിനൊരു വിടുതൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി, ദൈവമാണ് എന്നുണ്ടെങ്കിൽ സൗഖ്യം തരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു പരീക്ഷണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അപ്പൊ അതുവരെ ഞാൻ അനുഭവിച്ച ഒരു അനുഭവമൊന്നും അല്ല എങ്കിലും എല്ലാരും വിളിച്ചുണ്ടോ, എന്നാൽ യേശുവിനെ കൂടി ഒന്ന് വിളിച്ചു നോക്കിയേക്കാം, ആരും അറിയത്തില്ല, രാത്രിയിലാണല്ലോ എന്ന് കണ്ടുകൊണ്ട് ആ 11:30 മണി രാത്രിയായപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവെ, നീ ദൈവമാണ് എന്നുണ്ടെങ്കിൽ എന്റെ രോഗത്തെ സൗഖ്യമാക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന, അത്രയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ ആ നിമിഷം തന്നെ എന്റെ ചെവിയിൽ നിന്നെ ഞാൻ 38-ാമത്തെ വയസ്സിൽ സൗഖ്യമാക്കുമെന്ന് ഉള്ള ശബ്ദം ഞാൻ കേൾക്കുവാൻ ഇടവന്ന്. അതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം, അതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ശബ്ദത്തിന്റെ എന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകാൻ ഇടവന്നു. കാരണം അതുവരെയും ഞാൻ കുടിച്ചിരുന്ന മദ്യത്തിന്റെ ആ ലഹരിയുടെ അളവെല്ലാം കുറഞ്ഞ് പെട്ടെന്ന് സാധാ ഒരു മനുഷ്യനെ പോലെ പെട്ടെന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം എന്താ ഇത് സംഭവിച്ച, ഒന്നും അറിയത്തില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് എന്റെ വീടിനെ അകത്ത് ഞാൻ പെട്ടെന്ന് പേടിച്ച് കഥകെ തള്ളി അവരെല്ലാം വിളിച്ചിരുന്നേപ്പിച്ച് പേടിച്ച് ഞാൻ അകത്ത് കയറി കിടക്കുന്ന ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷവും എന്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം പിന്നീട് ഈ ശബ്ദത്തെക്കുറിച്ചൊന്നും എനിക്കൊരു അറിവില്ല. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പിന്നെയും പോയി ഒരു ഡോക്ടറെ കൊണ്ട് ഈ രോഗത്തിന്റെ റിസൾട്ട് വെച്ചുകൊണ്ട് ഈ ആൾ എത്ര നാൾ ജീവിക്കും എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കാനിട വന്ന്, അവർ ആ രോഗത്തിന്റെ സ്കാനിങ്ങിന്റെയും അതിന്റെ ആ റിപ്പോർട്ടൊക്കെ വെച്ചുകൊണ്ട് അവരെന്നോട് പറഞ്ഞത്, അവൻ ഒരു 15 വർഷത്തേക്കുള്ളിൽ ഈ ആള് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് അന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ കേട്ട ശബ്ദവുമായി ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് 15 വർഷമാണ്, ഞാൻ കേട്ട ശബ്ദം 38-ാമത്തെ വയസ്സിലാണ്. അങ്ങനെയാണെങ്കിൽ 20 വയസ്സുള്ള ഞാൻ ഇനി 18 വയസ്സ് വരെ അല്ലെങ്കിൽ 18 വർഷക്കാലം ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള ചിന്ത എന്റെ അകത്ത്. കാരണം ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവൻ 18 വർഷം കേട്ട ശബ്ദവും 15 വർഷം എന്ന ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആ വാക്കുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ സൗഖ്യമാകുക എന്നുള്ള ചിന്ത. അപ്പൊ ഇത് ആരാണ് എന്നുള്ള ശരിക്കുമുള്ള ആ ഒരു ഉറപ്പ് എനിക്ക് കിട്ടുന്നില്ല. കാരണം ഏതാണ് ഞാൻ വിശ്വസിക്കേണ്ടത് എന്നുള്ള ചിന്ത എനിക്കില്ല. കാരണം ഞാൻ കേട്ട ആ ശബ്ദം ഇതിനു മുന്നേ ഞാൻ കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെയും എന്റെ ജീവിതം ഞാൻ മദ്യത്തിലേക്കും എനിക്ക് തോന്നലായിരിക്കും, ആ കേട്ടതൊക്കെ ഏതെങ്കിലും ഒരു തോന്നലായിരിക്കാം, മദ്യപിച്ചതിന്റെ പുറത്ത് കേട്ട ഒരു തോന്നലായിരിക്കും. അതുകൊണ്ട് പിന്നെയും മദ്യത്തിലും ഒക്കെ ഞാൻ ആശ്രയിക്കുവാൻ ഇടവന്ന് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ആ സമയത്ത് എന്റെ ജീവിതത്തിൽ എന്റെ ഒരു പാമ്പ് കടിക്കുകയും സ്വതന്ത്രം ഞാനത് എന്റെ വീട്ടിൽ വന്ന് 6 മണി സമയത്തായിരുന്നു എന്നെ പാമ്പ് കടിച്ചത്. അതുകൊണ്ട് ഞാൻ വന്ന് എന്റെ മാതാവിനോടും എന്റെ സഹോദരൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്ന അവരോട് ഞാൻ പറഞ്ഞു, എനിക്കിട്ട് പാമ്പ് കടിച്ചു നിൽപ്പം. അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഈ 6 മണി സമയം വിളക്ക് വെക്കുന്ന സമയമാണ്, നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വിശ്വസിക്കുന്ന ആ വിശ്വാസ ജീവിതത്തിനനുസരിച്ച് എന്തായാലും ആ വിളക്ക് കത്തിക്കുന്ന സമയങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നുള്ള ഒരു പഠനം എല്ലാ ആളുകളുടെയും ഹൃദയത്തിനകത്തുള്ളതാണ്. ഇങ്ങനെയുള്ള സമയം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത എല്ലാവരും അകത്തുള്ളത് കൊണ്ട് 6-ാം മണി നേരത്ത് വിളക്കെത്തുന്ന സമയത്ത് ഞാൻ വന്ന് പറഞ്ഞ്, അമ്മ എന്നെ പാമ്പ് കടിച്ച് എന്ന് പറഞ്ഞ് നീ ആവശ്യമില്ലാതെ വെള്ളം അടിച്ചിട്ട് പറഞ്ഞതായിരിക്കും പാമ്പ് കടിക്കുകയും. അപ്പൊ എന്നോട് പറഞ്ഞ് 6 മണി സമയമാണ്, 6 മണിക്ക് വിളക്ക് വെക്കുന്ന സമയമാണ്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും നീ സമയത്ത് പറയരുത്, അത് ഫലിക്കുമെന്ന് പറയാനിട വന്ന്. എന്നാൽ എന്റെ ഈ രോഗത്തെ മറയ്ക്കുവാൻ അല്ലെങ്കിൽ ഈ പാമ്പ് കടിച്ച് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗത്തെ കുറിച്ച് അറിയത്തില്ലല്ലോ. എന്റെ ചിന്ത മുഴുവൻ അങ്ങനെയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ രോഗത്തെ പുറത്തറിയും എന്നുള്ള ഒരു ചിന്തയ്ക്ക് അന്നത്തുള്ള അറിവ്, അതിക്കുള്ള അപ്പുറമായി എനിക്ക് അറിയത്തില്ല. കാരണം 20 വയസ്സുള്ള എനിക്ക് മറ്റുള്ള രീതിയിലുള്ള പഠനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാഹ്യോ അറിവോ ഒന്നും എനിക്കില്ലായിരുന്നു ആ വയസ്സ്. അതുകൊണ്ട് തന്നെ ഈ പാമ്പ് കടിച്ച് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് മരിച്ചു പൊക്കോട്ടെ, ആരും ഈ രോഗത്തെ അറിയത്തില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് അന്ന് ഞാൻ തമാശ എന്ന് പറഞ്ഞതുപോലെ അവർ പറഞ്ഞെങ്കിലും അവരത് അതിനെ ഞാൻ നുണയാണ് പറയുന്നത്
കള്ളു കുടിച്ചിട്ടായിരിക്കും പറഞ്ഞത് ഒക്കെ രീതിയിൽ അവരതിനെ അങ്ങനെ കാണുവാനിട വന്നു. എന്നോട് പറഞ്ഞു, നീ അത്താഴം കഴിക്കണ്ട, ഏതായാലും നീ പറഞ്ഞതല്ലേ, നീ അത്താഴം കഴിക്കാൻ കിടന്നാൽ മതി, പാമ്പ് കടിച്ച് അത്താഴം കഴിക്കാൻ കിടന്നു കഴിഞ്ഞാൽ ഒക്കെ രീതിയിൽ അവിടെ നിന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങിയെങ്കിലും രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ മരിച്ചു പോയില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എന്റെ കാല 2 പാടുകൾ, പല്ലിന്റെ പാടുകൾ അവരെ ഞാൻ കാണിച്ചപ്പോൾ രക്തപ്പൊടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച അവരെല്ലാം കാണുവാൻ ഇടവന്ന് ആ വിശ്വാസം. അപ്പോൾ അന്നേരമാണ് ഇവരൊക്കെ യഥാർത്ഥമായി വിശ്വസിക്കുന്നത് ഈ പാമ്പ് കടിച്ചെന്നുള്ളതും ഞാൻ മദ്യപിച്ച് പറഞ്ഞതല്ല എന്നുള്ളതും. എന്റെ അകത്തെ ചിന്ത മുഴുവനും മരിച്ചു പോയാൽ ആർക്കും അവൻ ഒരു കുഴപ്പമുണ്ടാകത്തില്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ അത് കുഴപ്പമില്ല, ആർക്കും എന്നെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ എന്റെ അകത്തൊരു ചിന്തയുണ്ടായത്. കാരണം ഈ രോഗം എന്നെ മനുഷ്യനിൽ നിന്ന് അകത്തുവാൻ ഇടവന്ന് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിനകത്തു നിന്നുള്ള സ്നേഹത്തെ അല്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ട് മരണമാണ് നല്ലത്. ഇവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇവരെ സ്നേഹിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ ഇവരൊക്കെ കരയും, അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ കണ്ടുകൊണ്ട് എന്റെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അധികമായി ഇവരിൽ നിന്ന് അകലുവാൻ വേണ്ടി മദ്യത്തിലേക്ക് കൂടുതൽ പോകുവാൻ ഇടവന്ന് അങ്ങനെ ഒരു നല്ല ഒരു മദ്യപാനിയായി മാറുന്ന സമയത്ത് എന്നെ യാദൃശ്യമായി എനിക്ക് ചില കൂട്ടുകെട്ടിൽ ബന്ധുക്കൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഏറ്റുമാനൂർ എന്ന ദേശത്ത് ചില വാടക കൊലയാളികൾ, വാടക ഗുണ്ടകളുമായുള്ള ഒരു ബന്ധം എനിക്ക് യാദൃശ്യമായി കൊണ്ടുപോകാനിട വന്ന് അന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞ്, അവൻ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെയും വിളിക്കണം, ഞാൻ വരാം, എനിക്ക് ജയിലിൽ കിടക്കാനൊന്നും ഒരു മടിയില്ല, കാരണം എനിക്ക് ജയിലിൽ കിടന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ചിന്ത, ഈ രോഗത്തിന്റെ ചിന്തകൾ എന്നെ അങ്ങനത്തിലേക്ക് എത്തിക്കൊണ്ട വന്ന് അവരുമായിട്ട് പല കാര്യങ്ങൾ പല രീതിയിലും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനിട വന്ന് അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഏറ്റുമാനൂർ ഒരു കൊലപാതകം ഉണ്ടാകുകയും ജോപ്പൻ വധം എന്നൊരു കൊലപാതകം അവൻ പേരൂർ എന്ന ദേശത്തുണ്ടാകുകയും ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഒരു 5 മിനിറ്റിന്റെ ഗ്യാപ്പ് ഞാനും അവർ തമ്മിലുണ്ട്. എന്നോട് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഞാൻ 5 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പ്, അതേ 5 മിനിറ്റിന്റെ പോലും ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഒരു കൊലപാതകം ഇവരിലൂടെ അവിടെ ഉണ്ടാകാനിട വന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് എന്നെ തടഞ്ഞു നിർത്തിച്ച് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട, അവിടെ ആരെയോ കൊന്നിട്ടുണ്ട് എന്നുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ പറഞ്ഞു തരുവാനിട വന്ന്. എങ്കിലും ഞാൻ അങ്ങനെ ഏറ്റുമാനൂരിലുണ്ടായ ആ കൊലപാതകം, ജോപ്പൻ എന്ന ആ വ്യക്തിയുടെ കൊലപാതകം നടന്നതിന് ശേഷം ഈ പോലീസുകാരൊക്കെ പ്രതികളെ പിടിക്കുകയും അതിനുശേഷം ഞാനും അവരുടെ മുന്നിൽ ഒരു പ്രതി എന്ന രീതിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരെല്ലാം നോക്കുമ്പോൾ, നാട്ടുകാർ നോക്കുമ്പോൾ എപ്പോഴും എന്റെ ജീവിതം അവരുടെ കൂടെയൊക്കെ ആയിരുന്നു, പ്രതികളുടെ കൂടെ ആയിരുന്നു. എങ്കിലും അവരുടെ എല്ലാം വാക്കുകൾ ഞാൻ ഇല്ല എന്നുള്ള ആ വാക്കുകൾ എന്നെ അതിൽ നിന്ന് മാറ്റുവാനും ഞാൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ പറയുവാനൊക്കെ ഇടവന്ന് അതുകൊണ്ട് തന്നെ അവിടുന്ന് മാറ്റുകയും. എങ്കിലും പോലീസുകാർ ഞങ്ങളുടെ ഭവനത്തിനകത്ത് വരികയും അവിടെയൊക്കെ എപ്പോഴും സെർച്ച് ചെയ്യാനും എന്നെയൊക്കെ വീക്ഷിക്കുവാനൊക്കെ തുടങ്ങുന്ന ഇപ്പോഴും നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവിടെ നിന്നൊരു കാര്യമില്ല. കാരണം എന്റെ കൂട്ടുകാരെല്ലാം അകത്ത് പോയി, ഇനിയിപ്പോ ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നത് കൊണ്ടോ ഒന്നും കാര്യമില്ല. എന്റെ സ്വന്തം നാട്, ഞാൻ ജനിച്ചു വളർന്ന നാട് കൃഷിയാണ്. ഞാൻ അതിൽ പറഞ്ഞായിരുന്നു, എന്നാൽ അങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നന്നായി ഉഴപ്പി ജീവിക്കാം, ഇനിയുള്ള ജീവിതം മുഴുവൻ ഉഴപ്പി അങ്ങ് ജീവിക്കാം എന്നൊക്കെ അതിന് തീരുമാനിച്ചു. എന്നാൽ അങ്ങനെ തീരുമാനിച്ചെന്നുണ്ടെങ്കിലും എന്റെ മുന്നിൽ പിന്നെ ഒരു ചോദ്യമുണ്ട്. അവിടെ ചെന്നാൽ ഈ രോഗമുണ്ടല്ലോ, അതിൽ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നത് കണ്ടുകൊണ്ട്, ശവം പോലും കിട്ടല്ലേ എന്നത് ഓർത്തുകൊണ്ട് ഞാൻ അവിടുന്ന് ആത്മഹത്യ ചെയ്താക്കാം എന്ന് കണ്ടുകൊണ്ട് എന്റെ ജീവിതം വയനാട് എന്ന സ്ഥലത്തിലേക്ക് ഞാൻ പോകാനിട വന്ന്. വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ കാടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ കൂട്ടുന്നില്ല അവിടെ നിന്നും. പക്ഷെ കാടൊക്കെ ഉണ്ടല്ലോ, കാടിൽ എവിടെയും പോയി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ശവം പോലും കിട്ടത്തില്ല, ആരുമായിട്ടൊരു ബന്ധം ഉണ്ടാകത്തില്ല എന്നൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വയനാട് എന്ന സ്ഥലത്തിലേക്ക് പോകുവാനിട വന്ന് അങ്ങനെ അവിടെ പോയി ആത്മഹത്യ ചെയ്യാൻ പോയ ഞാൻ അവിടെ 7.5 വർഷക്കാലം ആത്മഹത്യ ഒന്നും ചെയ്യാതെ അങ്ങനെ അങ്ങ് ജീവിക്കാനിട വന്ന്. എന്താ എനിക്കറിയത്തില്ല, അന്നൊന്നും എനിക്കറിയത്തില്ല, ഒന്നും എനിക്ക് പറ്റില്ല. എന്റെ കൂടെ എപ്പോഴും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആ സമയങ്ങളൊക്കെ വന്ന് എനിക്ക് പോലും അറിയാൻ മേലാത്ത നാട്ടിൽ പോയപ്പം എന്റെ ഇടപെടൽ കൊണ്ടാണോ ദൈവത്തിന്റെ സ്നേഹം കൊണ്ടോ ഒന്നും എനിക്ക് അന്നും അറിയത്തില്ല. പിന്നെ ഇന്നെനിക്ക് ഞാൻ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. കാരണം യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. കർത്താവിന്റെ ആ സ്നേഹം ഉള്ളത് കൊണ്ടും ദൈവത്തിന്റെ തിരിച്ചു ഉള്ളത് കൊണ്ടൊക്കെയാണ് അവനൊരു കുഴപ്പവും ഇല്ലാതെ ഒക്കെ അന്ന് നിർത്തിയതൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. എങ്കിലും അത് കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ഞാൻ എന്റെ നാട്ടിലേക്ക് എന്റെ പെങ്ങളുടെ വിഭാഗത്തിന് അനുബന്ധിച്ച് കടന്നു വരികയും
വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇനി ഇവിടെ തന്നെ കൂടിയേക്കാം, അങ്ങനെ കുറിച്ചിയിലേക്ക് ഞാൻ അങ്ങനെ സെറ്റിൽ ആകാൻ തുടങ്ങി. അവിടെ ആയ സമയത്ത് ഉഴപ്പിയേക്കാം. അപ്പൊ എന്റെ അച്ഛൻ ഇതിനിടയ്ക്ക് 2006 മരിച്ചു പോയായിരുന്നു. അപ്പൊ അതുവരെ എന്റെ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു മദ്യക്കച്ചവടം ഉണ്ടായിരുന്നു. അതായത് 1991 ആന്റണി സർക്കാർ ചാരായം നിർത്തലാക്കി അന്ന് മുതൽ വീട്ടിൽ കച്ചവടം ഉണ്ടായിരുന്നു. പട്ടട ഒന്ന് കവറൊക്കെ ചാരായം വാറ്റിയല്ല, ഇങ്ങനെ കവറിനകത്ത് സ്പിരിറ്റ് കൊടുക്കുന്ന ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ ഏറ്റുമാനാണ് എന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ അവിടെ പോവുകയൊക്കെ ചെയ്യും, വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണും, ഒരുപാട് ആളുകൾ നിൽക്കുന്ന വെളുന്നൊക്കെ കാണുമായിരുന്നു. അപ്പൊ 2006 അച്ഛൻ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ എനിക്ക് തോന്നി എന്നാ ഇനി ആ ഒരു ബിസിനസ് ഞാനും ചെയ്തേക്കാം. അപ്പം വയനാട്ടിൽ വന്നതിന് ശേഷം ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കുവാൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഇതിലേക്ക് വരാതെ വണ്ണം മാറ്റിയെടുക്കുവാൻ വേണ്ടി മദ്യക്കച്ചവടമാണ് നല്ലത്. അതാകുമ്പം എല്ലാവരെയും വെറുപ്പും വാങ്ങാം. ആരുമൊട്ട് ഈ രോഗത്തെ കുറിച്ചൊന്നും അറിയത്തുമില്ല, ചിന്തിക്കത്തുമില്ല, മരിച്ചു പോയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല എന്നത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മദ്യക്കച്ചവടത്തിലേക്ക് ഇറങ്ങിയേക്കാം എന്ന് കണ്ടുകൊണ്ട് ഇറങ്ങി. അങ്ങനെ കുറിച്ചിയുടെ പ്രദേശത്ത് എന്റെ വീടിനകത്ത് നിർത്തിക്കൊണ്ട് ചാരായവും മദ്യവും ഒക്കെ അനേകർ കൊടുക്കുവാനും കച്ചവടമാക്കി കൊണ്ടുവന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുവാൻ ഇടവന്ന്. അതിനുശേഷം എനിക്കൊന്ന് ഇത് പോരാ, ഞാൻ പണ്ട് ചീട്ട് കളിപ്പിച്ചോണ്ടിരുന്ന കുഞ്ഞിലെ കളിപ്പിച്ചോണ്ടിരുന്ന ഞാൻ വളർന്നു വന്നപ്പോൾ ഒരു നല്ലൊരു ചീട്ടുകളിക്കാരനൊക്കെ ആയി മാറി. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകളൊക്കെ എത്രയധികം ചെയ്യുമോ അതൊരു നല്ലൊരു ഇത് പ്രഗത്ഭനായ രീതിയിലേക്ക് എത്തിക്കുന്നതൊക്കെ നമുക്ക് അറിയാമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഞാനൊരു നല്ലൊരു ചീട്ടുകളിക്കാരനൊക്കെ ആയി മാറി. എന്നാൽ എനിക്ക് തോന്നി ഈ മദ്യത്തിന്റെ കൂടെ ഒരു ചീട്ട് കളിപ്പിക്കുന്ന ഈ ഒരു പ്രവർത്തനം ചെയ്താലോ, അപ്പൊ ഒരുപാട് കച്ചവടവും കിട്ടും, ഒരുപാട് ആളുകളും ഒരുപോലെ എന്ന് കണ്ടുകൊണ്ട് എന്റെ വീടിനടുത്തുള്ള തോട്ടത്തിനകത്ത് മദ്യ കച്ചവടവും ചീട്ടുകളിപ്പീരും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇടവന്ന്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പല ദേശങ്ങളിലൊക്കെ വരുവാനൊക്കെ ഇടവന്ന് ഒരുപാട് കേസുകൾ പോലീസ് സ്റ്റേഷനുകളിലും എക്സൈസിന്റെ ഓഫീസുകളിലൊക്കെ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടാവാൻ ഇടവന്ന്. മദ്യത്തിന്റെ കച്ചവടവും ചീട്ടുകളിപ്പിലായപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടിയാണ് പലപ്പോഴും എന്നെ പിടിക്കുവാൻ വേണ്ടി വരുവാൻ ഇടവന്നിട്ടുള്ളത്. അങ്ങനൊന്നും പിടിക്കുവാനോ എടുക്കുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് അങ്ങനെയൊക്കെ ജീവിതം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇതിനിടയിലൊക്കെ അധികമായി എന്നും പോലീസുകാരുടെ വരവും എക്സൈസുകാരുടെ വരവും നിരന്തരമായി വന്നുകൊണ്ടിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് കൂടുതൽ എനിക്ക് സന്തോഷമായി ആള് കൂടുവാൻ തുടങ്ങി. കാരണം ആ നാട്ടിൽ അങ്ങൊന്നും ഇല്ല, കിട്ടാത്തത് ഒരു പ്രൊട്ടക്ഷൻ പോലെ എനിക്ക് തോന്നാനിട വന്നു. കാരണം അവർ നേരിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാനോ അടിക്കുവാനോ പിടിക്കുവാനോ അവർക്ക് പെട്ടെന്ന് ഭയം വരും. കാരണം എപ്പോഴും കൂടെ എപ്പോഴും 10, 20, 30 പേര് എന്റെ കൂടെ ഉള്ളത് കൊണ്ടും വന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ നമുക്കും ഭയമാകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനിട വന്ന്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ എന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യുവാൻ ഒരുപാട് എന്നെ ഇല്ലാതാക്കുവാൻ ഒരുപാട് ശക്തികൾ ഞാൻ ഇന്ന് അക്കാര്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് ഓർക്കാറുണ്ട്. അന്നൊക്കെ അങ്ങനെയൊക്കെ എപ്പോഴോ മരിച്ചു പോകേണ്ട അവസ്ഥയിലൊക്കെ താങ്ങിയ ദൈവത്തെ ഇന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ദിനംതോറും ഓർക്കുന്ന ഒന്നാണ്. അന്നൊക്കെ അങ്ങനെയൊക്കെ പോയെങ്കിൽ എന്നുണ്ടെങ്കിലും നമ്മൾ തളർന്നു വീഴാതെയും നമ്മൾ നശിച്ചു പോകാതെയും ദൈവത്തിന്റെ ഒരു ആഗ്രഹം, ദൈവ സ്നേഹം വന്നതിനെ ഇപ്പോൾ ഓർക്കാറുണ്ട്. ഇങ്ങനെയുള്ള ജീവിതമായിരുന്നു എൻ്റെത്. ആ സാഹചര്യത്തിലാണ് എൻ്റെ മാതാവ് ഞങ്ങൾ 4 മക്കളിനകത്തുനിന്ന് ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. അപ്പൊ ഇതിന്റെ അവസ്ഥ അകത്തെന്താണ് എന്ന് ആർക്കും അറിയത്തില്ല. എനിക്കകത്ത് ആരോടിട്ടും ഈ രോഗത്തെക്കുറിച്ച് ഷെയർ ചെയ്യാനും കഴിയത്തില്ല. ആരോടാ പറയുന്നത്, ആരോട് ഷെയർ ചെയ്യാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് എൻ്റെ മാതാവ് വിചാരിക്കുന്ന ഞാൻ വേറെ എന്തോ സങ്കടം കൊണ്ടാണ്, ഞാൻ വേറെ എന്തോ ഭാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥന കോട്ടയത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ മാതാവിനോട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരി പറഞ്ഞു, ഞാൻ അവരുടെ പേരും ഈ കൂട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം, എന്റെ സുമയെന്ന് പറഞ്ഞ ഒരു സഹോദരി എന്റെ അമ്മയോട് എന്ന് പറഞ്ഞ് കോട്ടയത്തിൽ പ്രാർത്ഥനയുണ്ട് ചേച്ചി, അതുകൊണ്ട് നമുക്ക് എവിടെ പോകാം, ഒരു പക്ഷെങ്കിൽ ഈ മകനെ കൊച്ചുമോനെ, എന്റെ പേര് കൊച്ചുമോനെന്നുണ്ട്, അജുകുമാറെന്നുണ്ട്, അതുകൊണ്ട് പേര് എടുത്ത് പറയുന്നത്. അപ്പൊ കൊച്ചുമോനെ നമുക്ക് മടക്കി കിട്ടുവാൻ ഈ അവിടെ പോയാൽ നമുക്ക് കിട്ടുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ അവിടെ നിന്ന് ഇറക്കുവാനിട വന്ന്. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ കച്ചവടം കൊണ്ടുവന്നുണ്ടെങ്കിലും, ഞാൻ എന്റെ വഴിവിട്ട ജീവൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ അമ്മ ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു പോവുകയും ഞാൻ ചോദിക്കാറുണ്ട് എവിടെ പോയിട്ട് വരുന്നത്. അമ്മ എന്നോട് ഓരോ പ്രാവശ്യവും ഓരോ രീതി കള്ളം പറയും. കാരണം ഞാൻ വീട്ടിൽ അധികം വെറുക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടമായിരുന്നു അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് ഇങ്ങനെ യേശുവിന്റെ അടുക്കലോ ഇങ്ങനെ പ്രാർത്ഥന കൂട്ടത്തിൽ പോയതാണെന്ന് പറയുമ്പോൾ ഞാൻ അത് വിലക്കുമെന്നും എതിർക്കുമെന്നും അറിയുന്നതുകൊണ്ട് അമ്മ ഓരോരോ പ്രാവശ്യം ഓരോരോ അളവുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നെ മയപ്പെടുത്തുവാൻ ഇട വന്ന്. എന്നാൽ ഞാൻ മദ്യപിച്ച് ലക്കിട്ട് പറമ്പുകളിലും വഴികളിലൊക്കെ കിടക്കുന്ന അവസ്ഥയിലൊക്കെ എന്റെ മാതാവ് വന്ന് എന്റെ
തലയിൽ കൈ തൊട്ടുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ശക്തമായിട്ട് എതിർക്കുമായിരുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥന ഒന്നും എനിക്ക് വേണ്ട, ഞാൻ വിളിക്കുന്നത് അവന് ദൈവം ഉണ്ടല്ലോ, അത് മതി, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഈ പ്രാർത്ഥന എനിക്ക് വേണ്ട, മേലിങ്ങനെ നമ്മെ പോയേക്കല്ലേ, എന്റെ നില കൈവെക്കല്ലേ, എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം ഒരുപാട് എതിർക്കുമായിരുന്നു. പിന്നെ പിന്നെ എങ്ങനെയെങ്കിലും ആ ഈ രോഗം മാറുന്ന ഒരു ഇതാണോ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗം മാറിക്കോട്ടെ എന്ന രീതിയിൽ ഞാനും ഈ പ്രാർത്ഥനയെ ഈ ദൈവത്തിൽ എനിക്ക് ഞാൻ പണ്ട് കേട്ട ശബ്ദമുള്ളത് കൊണ്ടും ഞാൻ അധികമായി എതിർക്കുന്നതിലേക്ക് കുറവ് വന്നു. കാരണം പുറമെ എതിർക്കുക എന്നുണ്ടെങ്കിൽ എന്റെ അകത്ത് ഇങ്ങനെ ഈ ദൈവത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു വിടുതൽ ആവശ്യമുള്ളത് കൊണ്ടും എതിർക്കുന്ന കുറയ്ക്കുവാനിട വന്ന്. കാരണം എന്റെ അകത്ത് ഈ രോഗമുള്ളത് കൊണ്ട് പുറമെ ഞാൻ എതിർക്കുക. കാരണം ഞാൻ പുറമെ ഒരുപാട് സുവിശേഷ വേലക്കാരെ എതിർത്ത ആളായിരുന്നു. പരസ്യമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ ഒരു ജീവിതം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പുറമെ ഞാൻ ഇപ്പോൾ എതിർക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്റെ അകത്ത് എനിക്കൊരു വിടുതൽ ആവശ്യമുള്ളതുകൊണ്ടും ഒരു ജീവിതത്തെ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഞാൻ അമ്മയുടെ പ്രാർത്ഥനകളൊക്കെ ഞാൻ അതിനെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഇടവന്ന് അതിനൊക്കെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വരുവാൻ ഇടവന്ന് അങ്ങനെ എന്റെ ജീവിതമൊക്കെ പിന്നീട് എനിക്ക് തോന്നി രോഗത്തിന് ഇനി ഒരു മാറ്റമില്ല. കാരണം ഞാൻ അന്ന് കേട്ട ശബ്ദം വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ശബ്ദത്തെക്കുറിച്ചോ അങ്ങനെയുള്ള അറിവിനെ കുറിച്ചോ ഒന്നും എനിക്ക് പിന്നെ ഒന്നും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും അതിലേക്ക് എപ്പോഴും മനസ്സിലൊരു ചിന്തയുണ്ട്, അതെനിക്കത് തോന്നിയതാണോ, അത് സത്യമായി അങ്ങനെ ഉള്ളതാണോ, അത് അങ്ങനെ ഒരു ദൈവം പറഞ്ഞതാണോ എന്നൊക്കെ ചിന്ത എന്റെ അകത്ത് പലപ്പോഴും പിന്നെയും ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഇന്നിട്ട് അതിലേക്ക് വരാനോ ഇറങ്ങി വരാനോ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് പിന്നെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടും ഞാൻ അതിലേക്ക് ഇന്ന് വരാൻ നിന്നിട്ടില്ല. എങ്കിലും നാളുകൾക്ക് ശേഷം ഇങ്ങനെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി അമ്മയെ നിരന്തരമായി കണ്ണുനീരോടെ ഞാൻ കയറി വരുന്ന രാത്രി കാലങ്ങളിലൊക്കെ അമ്മ രാത്രിയിൽ ഇരുന്ന് കണ്ണുനീരുള്ള പ്രാർത്ഥിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സമയങ്ങൾ, ഒരുപാട് നാളുകളിൽ എന്നെ ഇപ്പോൾ 7 നേരവും എപ്പോഴും അമ്മ എനിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സ്വഭാവം ഞാൻ കാണുവാനിട വന്നു. രാത്രി കാലങ്ങളിലൊക്കെ ഞാൻ വരുന്ന സമയം ഏത് സമയത്തെന്ന് പറയാൻ പറ്റില്ല. 1 മണിക്ക് വന്നാലും 2 മണിക്ക് വന്നാലും എപ്പം വന്നാലും അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും, നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, നീ പ്രാർത്ഥനയ്ക്ക് കടന്നു വരണമെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ വിചാരിച്ച് പ്രാർത്ഥനയ്ക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം മാറുമായിരിക്കും എന്ന് കണ്ടുകൊണ്ട് ആരും അറിയാതെ ഒരിക്കൽ ഞാൻ ഈ മീറ്റിങ്ങിന് കടന്നു പോവുകയും അപ്പം അവിടെ നിന്ന് ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ സ്നാനപ്പെടണം ഒക്കെ പറയുമ്പോൾ എന്റെ ധാരണ സ്നാനപ്പെട്ടതായിരിക്കും ചിലപ്പോൾ രോഗം മാറുക. അപ്പൊ എനിക്കിതേ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് സ്നാനപ്പെട്ടായിരിക്കും ചിലപ്പോൾ രോഗം മാറുന്നത്, അപ്പൊ അത് സ്നാനപ്പെട്ടാക്കാം എന്ന ചിന്ത. കാരണം എന്നോട് ഒരുപാട് തവണ അമ്മ നിർബന്ധിച്ചായിരുന്നു, നീ വന്ന് ദൈവത്തെ അറിയണം, നീ സ്നാനപ്പെടണം എന്നൊക്കെ. അപ്പൊ അമ്മ ഞാൻ അറിയാതെ സ്നാനപ്പെടുകയും ചെയ്തായിരുന്നു. അപ്പം എന്നോട് വന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ എപ്പോഴും ഇങ്ങനെ മദ്യപിച്ച് കിടക്കുമ്പോൾ എന്നോട് പറയാറുള്ളൂ. കാരണം ഞാൻ എതിർക്കത്തില്ലെന്ന് ആ സമയത്ത് അമ്മയ്ക്ക് അറിയാം. എന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങിയത് കൊണ്ടും ഞാൻ എതിർക്കാത്തത് കൊണ്ട് ഞാൻ മദ്യപിച്ച് ലക്കില്ലാതെ കിടക്കുന്ന സമയത്തൊക്കെ ഒന്ന് അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും പറഞ്ഞ് അപ്പൊ ഒരിക്കൽ ഞാനും എനിക്ക് തോന്നി, എന്നാ പ്രാർത്ഥന കടന്നു പോയിട്ട് ഈ സ്നാനപ്പെടാം, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സ്നാനക്കുളത്തിലായിരിക്കും സൗഖ്യം നമുക്ക് കിട്ടുക എന്നുള്ള ചിന്തയൊക്കെ എന്റെ അകത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ ചിന്ത അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു കൊണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു. സ്നാനക്കുളത്തിൽ മുങ്ങുമ്പോഴായിരിക്കും ഒരു പക്ഷേ സൗഖ്യമാക്കുന്ന യേശു സൗഖ്യമാക്കുന്ന ഇതങ്ങനെയൊക്കെ ചിന്ത അവന്റെ അകത്തിട്ട് ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരുന്ന്. അപ്പൊ അങ്ങനെ ഒരിക്കലും എന്നോട് അമ്മ പറഞ്ഞു സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് സ്നാനപ്പെടുവാനിട വന്ന്. അപ്പൊ സ്നാനപ്പെടുമ്പം എനിക്ക് തിരിച്ചു വന്നപ്പോഴൊന്നും ഒരു അനുഭവമായിട്ട് തോന്നിയില്ല. എന്തോ ഒരു ചെറിയ ഒരു 6-7 ദിവസം ഞാൻ മദ്യപിക്കാതെ സിഗരറ്റ് വലിക്കാതിരുന്ന്. പക്ഷെ പിന്നെ ഞാൻ അതുപോലെ ഞാൻ വിചാരിച്ച സൗഖ്യമായില്ല, മുങ്ങിയപ്പോ സൗഖ്യമായില്ല. അപ്പം അത് വേറെ ഇനി അടുത്ത പരിപാടി എന്തെങ്കിലും ചെയ്യണം ഒക്കെ എന്നുള്ള അറിവ്. അതുകൊണ്ട് ഒരു മാറ്റവും കണ്ടില്ല. ഞാൻ പിന്നെയും എന്റെ ജീവിതം മദ്യത്തിലും മറ്റു സിഗരറ്റ് വലി മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് കഞ്ചാവ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിന്നെയും ജീവിക്കാനിട വന്ന്. എന്നെ തിരുത്തുവാനൊന്നും ആരും വന്നില്ല. കാരണം തിരുത്താൻ ആർക്കും വരാനൊരു ഭയം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. കാരണം വന്നു കഴിഞ്ഞാൽ അടിക്കുന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുള്ള എല്ലാവരുടെ ഉള്ളിൽ ചിന്തയുള്ളത് കൊണ്ട് ആരും വരാനോ ഒന്നും ഒരുങ്ങിയിട്ടില്ല. ഞാൻ പിന്നീട് ഈ രക്ഷയിൽ വന്നതിന് ശേഷം കർത്താവിന്റെ നാമത്തിൽ നിന്നതിന് ശേഷം ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ആളുകളൊക്കെ അന്ന് വഴിതെറ്റി നടന്നപ്പോൾ നിങ്ങൾ ഈ ഞങ്ങളെപ്പോലെ ആളുകളെ വന്ന് നിങ്ങൾ ഈ സൂചന പറയുകയോ ഞങ്ങളെ തിരിച്ചു വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെയൊക്കെ സ്വഭാവം ഞങ്ങൾക്കൊക്കെ അറിയാം നേരത്തെ തൊട്ട്, പക്ഷെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് എന്താണ് പ്രതികരിക്കുക എന്നത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാഞ്ഞത് എന്ന് പറയാറുണ്ട്. അതൊക്കെ ഞാൻ എന്റെ അങ്ങനെ വിടുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം കൊണ്ടൊക്കെ
അവൻ അവൻ ഒരു മടങ്ങി വരെ ഉണ്ടാകണമെന്നുള്ള എനിക്ക് തോന്നി. എന്റെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലും രക്ഷയില്ല, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കും ഉണ്ടായി. എന്റെ ജീവിതം ഇനി ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കടന്നു വരുവാൻ ഇടവന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്ത് ഇങ്ങനെ പോയാൽ അവൻ വിദേശത്തൊക്കെ ഒരുപാട് വെറുക്കപ്പെട്ട മനുഷ്യനായി ജീവിക്കുന്ന ഒരു സാഹചര്യമായി. കാരണം മദ്യത്തിലും മയക്കുമരുന്നിലും അവൻ മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കകത്തും പ്രതിയായിക്കൊണ്ടും ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഞാൻ തള്ളപ്പെട്ട മനുഷ്യനാകുവാനിട വന്നു. കാരണം മദ്യത്തിന്റെ കച്ചവടവും ചീട്ടുകളിപ്പീരും ഒക്കെ ആയപ്പം ഒരു വീടിനകത്തുനിന്ന് അവൻ അച്ഛനും മകനും ഒക്കെ എന്റെ ഈ വലയത്തിനകത്ത് അല്ലെങ്കിൽ ഞാൻ ചീട്ടുകളിപ്പിക്കുന്നകത്ത് അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആ കളത്തിനകത്തെല്ലാം ഈ മക്കളും പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടുന്ന അവസ്ഥ വന്നുകൊണ്ടിരുന്നപ്പോൾ ആ കുടുംബത്തിനകത്തു നിന്നെല്ലാം എന്നെ ഒരുപാട് എതിർക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥ എന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോൾ ഇനി എന്തായി തീരും, ഇനി എങ്ങനെയാണ് ഇവിടെ നിൽക്കുക എന്നുള്ള ചിന്ത. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് തീരുമാനം എന്റെ അകത്ത് ശക്തമായി മുറുകുവാൻ ഇടവന്ന്. എന്നാൽ എന്റെ ജീവിതത്തിൽ യേശു ആ സമയങ്ങളൊക്കെ വളരെ വ്യക്തമായി ഇടപെടുവാനും സംസാരിക്കുവാനൊക്കെ ഇടപെടുന്ന ആ സമയങ്ങളായി മാറിക്കൊണ്ടിരുന്നു. ഞാൻ ഇതിനെയൊക്കെ എതിർക്കുകയും ഞാൻ ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് അധികമായി ഇടപെടുവാനൊക്കെ ഇടവന്നു. അങ്ങനെ ഞാൻ എന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു. കാരണം ഞാൻ ഈ കണ്ടമാനം ഉഴപ്പായപ്പം ഇനിയും എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞ്, അമ്മയോട് എന്റെ അടുത്ത് നിൽക്കണ്ട, എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അമ്മയോടൊന്ന് മാറിപ്പോക്കോ, കാരണം എന്റെ കൂടെ നിൽക്കണ്ട എന്നൊക്കെ ഞാൻ പറയുവാനും ഇനി ഇവിടെ നിന്നാൽ ശരിയാത്തില്ല എന്നൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞു, എന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാത്തില്ല, അമ്മ എന്നെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ എന്റെ അനിയനും ചേട്ടനൊക്കെ അപ്പുറം താമസിക്കുന്നുണ്ട്. കാരണം എന്നെ ഉപദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയും ജീവിച്ച് മരിച്ചുകൊള്ളാം, അതുകൊണ്ട് എന്നെ അധികമായി ഉപദേശിക്കേണ്ട എന്നുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇനി എല്ലാവരും നോക്കണ്ട, എനിക്ക് നോക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ അമ്മയെ ഞാൻ ഇറക്കി വിടുവാനിട വന്ന്. അങ്ങനെ അമ്മ വളരെ ഭാരപ്പെട്ട് പ്രയാസത്തോടെ ആമൻ ഒരു വീട്ടിൽ വേലയ്ക്ക് പോവുകയും അപ്പൊ അവിടെ നിന്ന് പിന്നെയും ആഴ്ചകളിൽ വന്ന് എന്നെ അന്വേഷിക്കാനൊക്കെ ഇടവന്ന് അവൻ ഒരുപാട് ആളുകളൊക്കെ ഇന്ന് അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അമ്മ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ മദ്യപിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അമ്മ വരുന്ന കൂടുന്നത്. കാരണം ഞായറാഴ്ചകളിലൊക്കെ ആരാധന കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അന്നേരം വരുമ്പോൾ ഞാൻ ഈ പറമ്പിൽ എവിടെയെങ്കിലും കിടക്കുന്നൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ അമ്മയോട് പറയുന്ന ഓരോ കൂട്ടുകാരികളും അമ്മ വിശ്വാസം കൊണ്ടുവന്ന ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അമ്മ ഇനി ചേച്ചി ഇനി ഈ മോനെ നോക്കണ്ട, അവൻ പിന്മാറിപ്പോയി, അവൻ സ്നാനപ്പെട്ടവനല്ലായിരുന്നോ, അവൻ പിന്മാറിപ്പോയി, ഇനി അവനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം വിചാരിച്ചപ്പോൾ കിട്ടത്തില്ല എന്നൊക്കെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ അമ്മ അവനോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, 99 ഇട്ടേച്ച് ഒന്നിന്റെ പുറകെ പോലെ യേശുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അമ്മ അവരോട് പറഞ്ഞ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അമ്മ അന്നും ഇന്നും എന്നും സ്വന്തം അമ്മയ്ക്ക് അറിയുന്ന ഒരേ ഒരു വചനമാണ്, 99 ഇട്ടേച്ച് ഒന്നിന്റെ പുറകെ ഒരു യേശുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ആ യേശു എന്റെ മകനെ മടക്കിക്കൊണ്ടുവരും എന്ന് ഒക്കെ എന്നും അമ്മ പറയുമായിരുന്നു. അമ്മ മരിക്കുന്ന 1 മാസം മുന്നെയാണ് അമ്മ കർത്താവിന്റെ നിത്യതയിൽ പോകുന്നത്. അതുവരെ അമ്മ പറയുന്ന ഒരു വചനം അത് മാത്രമേ ഉള്ളായിരുന്നു. ആ വാക്കുകളൊക്കെ ആ ദൈവം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അതിനെയൊക്കെ എതിർക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഞാൻ ഇതിന് പിന്മാറി പോയപ്പോഴൊക്കെ അമ്മ പിടിച്ചു നിന്നത് ഏതിന് വചനമാണോ, ആരെയാണ് സേവിച്ചിരുന്നത്, ആ ദൈവത്തിന് ഞങ്ങളെ തൊടുവാൻ കഴിഞ്ഞു. പിന്നെയും അമ്മയുടെ പ്രാർത്ഥനകൾക്കും അമ്മയുടെ ആ വചനത്തെ മുറുകി പിടിച്ചത് കൊണ്ടും അവൻ ആരുടെ വാക്കുകൾ കേൾക്കാതെ വേണം എഴുതപ്പെട്ട വചനം, കേട്ട വചനം അത് എന്താണ് എന്ന് ആരുടെയാണെന്നുള്ള വചനത്തെ അമ്മ മുറുകെ പിടിച്ചു. ആ വചനം എപ്പോഴും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ഒരു വചനം പറഞ്ഞുകൊണ്ട് എപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഫലം എന്നവണ്ണം എനിക്കൊരിക്കൽ അവൻ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം എൻ്റെ അകത്ത് വരുവാനും രാത്രി ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്ക് ഈ ലോകത്തിന്റെ ജീവനം എനിക്ക് വേണ്ട, ഞാൻ ക്രിസ്തുവിലേക്ക് ഞാൻ മടങ്ങി വരാൻ പോകും, യേശുവിലേക്ക് ഞാൻ മടങ്ങി വരാൻ പോകും, എനിക്ക് യേശു മതി എന്ന് ഒരു തീരുമാനം എടുക്കുകയും അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നാളുകൾ കടന്നുപോയി. ആ തീരുമാനം എടുത്ത ശേഷം ഞാൻ ചർച്ചയിൽ കടന്നുപോവുകയും പ്രാർത്ഥനയിലൂടെയൊക്കെ അവൻ ജീവിതത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞാൻ ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. 2015 അവൻ ദൈവം എന്നോട് പറഞ്ഞത്, നിന്നെ 38 വയസ്സ് സൗഖ്യമാക്കാം എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ വാക്കുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ 38 വയസ്സ് വരെ ആകാനും വേണ്ടി കാത്തിരുന്ന ഒരാളാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഓരോന്നിനെ കാത്തിരിക്കുമ്പോൾ ഞാൻ കാത്തിരുന്നത് 38 വയസ്സ് ആകാൻ വേണ്ടി. കാരണം ഞാൻ അന്ന് കേട്ട 20 വയസ്സ് കേട്ട ഒരു ശബ്ദമുണ്ടല്ലോ, നിന്നെ ഞാൻ 38 വയസ്സ് സൗഖ്യമാക്കും എന്ന് പറഞ്ഞ ആ ശബ്ദം അത് ദൈവത്തിൻ്റെതാണോ അത് എനിക്ക് തോന്നിയതാണോ എന്നുള്ള ചിന്ത, അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന ഒരു മനുഷ്യനാണ് അവൻ. 38 വയസ്സാകുന്ന 2015 7:40 എന്നോട് വാക്ക് പറഞ്ഞ ആ ദൈവം എന്നെ
സൗഖ്യമാക്കുവാൻ എൻ്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് എന്നെ സൗഖ്യമാക്കി. അതുവരെ അവൻ ഈ എയ്ഡ്സ് എന്ന രോഗത്തിന് മരുന്നുണ്ടോ എന്നോ, അവൻ ഈ രോഗം എങ്ങനെയാണ് മാറാൻ കഴിയുന്ന അറിയാതിരുന്ന എന്നെ 2015 വയസ്സിലോ എന്റെ കർത്താവ് ഇറങ്ങി വന്നെ സൗഖ്യമാക്കി. ഞാനിത് ഇത്ര വിശ്വാസം ഇത് പറഞ്ഞാൽ അധികം പറഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ പരസ്യമായി യേശുവിനെ ഉയർത്തുമ്പോൾ എനിക്കത് എങ്ങനെ ഞാൻ വിളിച്ചു പറയും. പക്ഷെ ഇതുപോലുള്ള മീറ്റിങ്ങിനകത്ത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പ്രശ്നോ കാരണം എനിക്കറിയില്ല. 2015 കർത്താവ് എന്നെ സൗഖ്യമാക്കി. പ്രശ്നോ ഈ സാക്ഷ്യമാണ് ഞാനിന്ന് ഈ സമയം അരുമ ടിവിയിലൂടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും രോഗമായിട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സൗഖ്യമാക്കി കഴിയുന്ന ഒരു നല്ല യേശുവുണ്ട്. എന്നെ സൗഖ്യമാക്കിയ ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കാൻ കഴിയും. നിങ്ങളുടെ ഏത് വിഷയത്തെ മാറ്റുവാൻ കർത്താവിന് കഴിയും. അതുവരെ കണ്ടിരുന്ന യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ചിന്തിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, യേശു പിശാചായിരുന്ന പറഞ്ഞിരുന്ന യേശു ക്രിസ്തുവിനെ പോലും തെറിവിളിച്ചിരിക്കുന്ന തെറിവിളിച്ച ഞാൻ ഇന്ന് ഓരോ മുക്കിലും ഓരോ മൂലയിലും നിന്നും വിളിച്ചു പറയുന്നുണ്ട് യേശു മാത്രം കർത്താവ് എന്ന്, അവരിൽ മാത്രമേ രക്ഷയുള്ളെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മീറ്റിങ്ങിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസമാണ്. ദൈവം വിടുവിച്ചത്, ദൈവം തന്ന ആ സ്നേഹത്തെ മറക്കുന്നതോ അത് അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. അതുവരെ രോഗത്തിന്റെ മൃഗമായി നടന്നിരുന്ന ഞാനൊക്കെ എന്നെ ഒറ്റ നിമിഷം കൊണ്ട്, ഒരു സമയം കൊണ്ട് സാധാരണ ശരീരമാക്കി സാധാരണ പോലെ ഇതുപോലെ ആക്കി നിർത്തിയ ആ ദൈവത്തെ പറയുമ്പോൾ ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. ഈ സാക്ഷ്യം എനിക്കറിയാൻ നല്ല ഉറപ്പുണ്ട്. ഏതെങ്കിലും വ്യക്തിയുടെ മേൽ ആര് വിശ്വസിച്ചാലും അവർ വിടുവിക്കാൻ, സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമെന്ന് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. ദൈവം വിടുവിക്കുന്നുള്ള ആര് ചോദിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും ഈ കർത്താവ് മാറ്റി നിർത്തുന്നില്ല. ആരുടെയും വിഷയങ്ങൾക്ക്, ആരുടെയും ആ രോഗത്തെ മാറ്റുവാൻ കഴിയാത്തൊരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഏത് രോഗമായിക്കോട്ടെ, ഏത് ഭാരമായിക്കോട്ടെ, നിന്റെ ജീവിതത്തിൽ തകർന്ന അവസ്ഥയിലാണോ, ഒരു രീതിയിൽ നിന്ന് കയറി വരികയില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ, നിന്നെ വിടുവിക്കാൻ കഴിയുന്ന കർത്താവാണ് ഞാൻ ഉയർത്തുന്ന കർത്താവ്. എന്നെ വിടുവിച്ച കർത്താവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ഈ സാക്ഷ്യം ഈ അരോമ ടിവിയിലൂടെ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം കവർ ചെയ്ത് ദൈവം ഈ സാക്ഷ്യം നിങ്ങളുടെ മധ്യേ വിളിച്ചറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ആവശ്യമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ദൈവമാണ്. ആരും ആയിക്കോട്ടെ, ഏത് മനുഷ്യരുമായിക്കോട്ടെ, ഏത് ജാതികളിലായിക്കോട്ടെ, ഏത് മതത്തിലായിക്കോട്ടെ, യേശുവെ ഒറ്റ വിളിയാൽ നിന്നുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഞാൻ ഉയർത്തുന്ന കർത്താവ്. അതെ, ഞാൻ ഹിന്ദുവായി നിന്ന സമയത്ത് മറ്റതിന്റെ പുറകെ ഓടിയപ്പോഴും യേശുവെ നീ ദൈവമാണ് എന്നുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ നിന്നെ ഞാൻ സൗഖ്യമാക്കും ദൈവമാണെന്ന് പറഞ്ഞവൻ നിന്നെ സൗഖ്യമാക്കുവാൻ മതിയാവനാണ്. നിന്നെ വിടിവിക്കാൻ അവൻ ശക്തനാണ്. നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ദൈവമുണ്ട്, അന്ത്യത്തോളം നടത്തുമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. ഒരിക്കലും കൈവിടുകയെന്ന് പറഞ്ഞ ദൈവമുണ്ട്. ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കരുത് പറഞ്ഞൊരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്, നിങ്ങളെ ആവശ്യമുണ്ട്. ആ ദൈവത്തിന് കൂടെ ഒരു നിത്യമായ ഒരു വാസമുണ്ട്. ആ വാസം കണ്ടുകൊണ്ടാണ് ഒരുപാട് പ്രതികൂലങ്ങളുടെ അവസ്ഥയിലും ഒരുപാട് നിന്ദയുടെ അവസ്ഥയിലും ഒരുപാട് ആളുകളുടെ എതിർപ്പിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പിന്നെയും കർത്താവിന്റെ വേലയുമായി നിൽക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് യേശുവിന് ഒരു നിത്യത തരുവാൻ കഴിയും. ഒരു നിത്യമായ ഒരു ജീവിതം നിങ്ങൾക്ക് കാത്തുവെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിത്യമായ ഒരു ജീവിതമുണ്ട്, അത് നാം നഷ്ടപ്പെടുത്തി കളയരുത്. അതിനുവേണ്ടി മാത്രമാണ് നമ്മുടെ ജീവിതം ഇനി ദൈവത്തിന് കൊടുത്തുകൊണ്ട് അതിനൊരുങ്ങുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ഈ അരോമ ടിവിയിൽ ഈ സാക്ഷ്യം പറയുവാൻ കർത്താവിന്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹം മിനിസ്ട്രികളെ കോർത്ത് ഞാൻ സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രവർത്തനത്തെയും ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ സമയം ഓർമ്മപ്പെടുത്തുന്നു. ഇതിലൂടെ
ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. നിങ്ങളൊക്കെ ഞങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഞാൻ ഇനി അധികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. ക്രൈസ്തവ കാരണം ദൈവത്തെ ഇങ്ങനെ എനിക്ക് 2006 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഞാൻ സ്നേഹിച്ച് കെട്ടിയതാണ്. വൈഫ് ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളായിരുന്നു. ആ നാല് സമുദായത്തിൽ നിന്ന് വന്നതായിരുന്നു. അങ്ങനെ യേശുവിനെ എതിർക്കുന്ന ഒരാളായിരുന്നു അവളും. എങ്കിലും ഈ രോഗമുള്ള സമയത്താണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്. അന്ന് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു, ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ രോഗത്തെയല്ല സ്നേഹിച്ചത്, ഞാൻ അച്ഛനെ സ്നേഹിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ രോഗത്തെക്കുറിച്ചോ അതൊന്നും അവളെ ബാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു, നമുക്ക് രോഗമൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കർത്താവിനെ അറിയുവാനും ഈ സ്വതന്ത്രം ദൈവത്തെ അറിയുവാനൊക്കെ ഈ ഭാഗ്യം ദൈവം തന്ന സാക്ഷി ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് പറഞ്ഞല്ലോ. അങ്ങനെ വന്ന സമയത്ത് കർത്താവിന് വേണ്ടി പരസ്യമായി ഞങ്ങൾ ശുശ്രൂഷ ട്രാക്ക് എടുക്കാനും പരസ്യ ശുശ്രൂഷയൊക്കെ ഞാനും എൻ്റെ വൈഫും മാത്രം പോയിക്കൊണ്ട് ചെയ്യുന്ന ആരെയും പരിചയമൊന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവം തന്ന സാക്ഷ്യം പറയുക ഒരുപാട് നോക്കിയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നടന്നില്ല. അങ്ങനെ ഒന്നും പറയിക്കാനോ ഞങ്ങൾക്കൊരു വേദിയൊന്നും ഉണ്ടായില്ല. അപ്പം ദൈവം എന്നോട് പറഞ്ഞ്, നീ ട്രാക്ട് അടിച്ച് കൊടുക്കുവാൻ പറഞ്ഞ് ഞാനും എൻ്റെ വൈഫിനും കൂടെ ട്രാക്ട് അടിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികമായി ട്രാക്ട് കൊടുത്ത ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ അധികമായി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിന്ന സമയത്താണ് ഞങ്ങൾ പിന്നെ ഒരു ചെറിയ ബോക്സ് വാങ്ങി പരസ്യ ശുശ്രൂഷകൾ ഞാനും എൻ്റെ വൈഫും പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി നിന്ന് പറയുവാനിട വന്ന് അങ്ങനെ ശുശ്രൂഷയൊക്കെ നടന്ന ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, മൂത്ത മകനാണ് വിജിൻ, മകളുണ്ടായി ആർദ്ര. അവര് +2 കഴിഞ്ഞ് നിൽക്കുന്നു. +2 മോള് പഠിക്കുന്നു. അങ്ങനെ കുഞ്ഞ് സ്കൂളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ശുശ്രൂഷയുടെ ഇടയിൽ ആണ് എൻ്റെ വൈഫിനൊരു രോഗം കടന്നു വരിക ഉണ്ടായത്. അപ്പം അത് കാലിലൊരു കരളിക്കൊരു മുഴ പോലെ വന്നത്. അത് ഞങ്ങൾ ഈ മുഴയ്ക്കുള്ള മരുന്നിന് വേണ്ടി കോട്ടയം ജില്ലാ ആശുപത്രി പോയി അതിനുള്ള ഗുളികയുടെ മരുന്നുകളൊക്കെ വാങ്ങി. അതിനൊന്നും മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ അവര് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു. മെഡിക്കൽ കോളേജിൽ ചെന്ന് ബയോസിംഗ് റിപ്പോർട്ട് വന്നപ്പോൾ അത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അത് ലിൻഫോമ ഹൈ ഗ്രേഡ് ക്യാൻസർ എന്നത് ബ്ലഡ് ക്യാൻസർ. അത് ശരീരം മുഴുവൻ ബാധിച്ചായിരുന്നു. അകത്തായിരുന്നു അതിന്റെ മുഴകൾ കാര്യങ്ങൾ. പുറത്തൊന്നും കാണുന്നത് കൊണ്ടും മറ്റുള്ള അസ്വസ്ഥതയൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നും ഇതിന് മുന്നേ ഇതിന്റെ രോഗലക്ഷണത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷെ ആശുപത്രി ചെന്ന് ക്യാൻസർ സെന്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇത് 4ാം സ്റ്റേജാണ്. ഇത് ഇതുവരെ പുറത്തു വരാത്ത അറിയാത്ത ഒന്നാണ്. വലിയ അടയാളങ്ങളൊന്നും പുറത്ത് അറിയിക്കാത്തൊരു ക്യാൻസറാണ് ലിൻഫോമ ഹൈ ഗ്രേഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് പലപ്പോഴും അത് 3 സ്റ്റേജ് കഴിയുമ്പോൾ 4 സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും അത് പുറത്ത് അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. എന്നോട് അവർ പറഞ്ഞ് 20 ദിവസം അപ്പുറം ജീവിക്കത്തില്ല. കാരണം അപ്പുറം റിപ്പോർട്ടിൽ അവർ നോക്കിയപ്പോൾ പറഞ്ഞു 20 ദിവസം അപ്പുറമൊന്നും സിന്ധു ജീവിക്കത്തില്ല എന്ന ഡോക്ടർ പറയാനിട വന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട് എന്നൊക്കെ അന്ന് അവിടെ വെച്ച് പറയാനിട വന്നെങ്കിലും അവൾ പിന്നെയും 2-2.5 വർഷം പിന്നെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും ദൈവത്തിന്റെ കരുണ കൊണ്ടൊക്കെ ജീവിക്കാനിട വന്ന് 3.5 വർഷം മുന്നേ കർത്താവിന്റെ സന്നിധിയിലൊക്കെ ചേർക്കപ്പെടുവാനിട വന്ന്. എങ്കിലും ഞങ്ങൾ ഇന്നും കർത്താവിന്റെ വേലയുമായി ചിങ്ങോന ദേശത്ത് സ്തോത്രം യേശുവിനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുവാനിട വന്ന് പലരും വന്ന് പറഞ്ഞ് സ്തോത്രം വൈഫ് മരിച്ചു പോയില്ലേ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ദൈവത്തിന് അവളെ വിടിവിക്കാൻ കഴിയത്തില്ലേ, എയ്ഡ്സ് രോഗത്തെ സൗഖ്യമാക്കിയ ദൈവമല്ലേ, ആ ദൈവത്തിന് എന്തുകൊണ്ടൊരു ക്യാൻസറിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ മടങ്ങി വരണം, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചേരാം, ഞങ്ങളോട് നിൽക്കാം എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ രോഗത്തെ മാറ്റുന്ന യേശുവിനെ കണ്ടുവന്നവരല്ല. പ്രൈസലോ, രോഗത്തിന് വേണ്ടി ഞാൻ വന്ന ഒരാളാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ രോഗത്തെ മാറ്റുന്ന ദൈവത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല, നിത്യത തരുന്ന ഒരു കർത്താവിനെ കാണുവാൻ കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ വന്നിരിക്കുന്നത് രോഗത്തിന് മാറ്റാൻ കഴിയുന്ന ദൈവത്തിനല്ല, ഒരു നിത്യതയുണ്ട്, അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറയുവാനിട വന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളെ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ പിന്നെയും ഭാര്യ മരിച്ചു പോയിട്ടും നിങ്ങൾ ഈ വിശ്വാസത്തെ പിന്നെ മുറുകെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കണം, ഇന്നും ചോദിക്കാനും. പക്ഷെ ഞാൻ ഇന്നും ഈ മാധ്യമത്തിനോടും പറയുന്ന ഒരു കാര്യം, എനിക്കും പറയാൻ ഒന്നേ ഉള്ളൂ, തന്നിരിക്കുന്ന ആത്മാവിനെ, ജീവനെ നാം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ജീവിതം ഒന്നല്ല, ഒരു രണ്ടാമതൊരു നിത്യമായൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന ജീവനെ നാം നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു പക്ഷേ നാളെ നമുക്ക് ചെന്ന് വരാം, ഇതിലേക്ക് യേശുവിലേക്ക് നമുക്ക് പിന്നെ വരാം എന്നൊക്കെ നമുക്ക് തോന്നുവാനിട വരും. എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത്, അവർ നാളെ വന്ന് കയറിയാം,
നാളെ കഴിഞ്ഞ് വന്ന് ഇത് സ്ഥാനപ്പെടുക ഒക്കെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല. ദൈവത്തിന്റെ ചിന്ത നമ്മുടെ അകത്ത് വരുമ്പം ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കും. അല്ലെങ്കിൽ ഇതുപോലെ മീറ്റിങ്ങിലൂടെ കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ യേശുവിനെ നിങ്ങൾ അനുഭവിക്കാത്ത, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ വിശ്വാസമുണ്ട് പക്ഷെ നിങ്ങൾ സ്നാനപ്പെടാത്ത വ്യക്തിയാണോ, നിങ്ങൾ നിശ്ചയമായി സ്നാനപ്പെട്ട് ഈ കർത്താവോട് ചേരുവാൻ, ജീവിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൊടുക്കണം. ഒരു പക്ഷെങ്കിൽ മുന്നോട്ട് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ എന്റെ മുന്നിൽ ഒരുപാടുണ്ട്. എനിക്ക് പറയാൻ സമയമില്ല. ആഗ്രഹിച്ച ആർക്കും വന്ന് കയറുവാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു, അവൻ എപ്പോഴെങ്കിലും ഓടി വന്ന് കയറാൻ കഴിയുന്നതായിരിക്കും യേശു. അതുകൊണ്ട് എത്ര ഉഴപ്പിയാലും ഒരു സമയം നമുക്ക് ഓടി വന്ന് കയറാൻ കിട്ടുന്ന ഒരു ദൈവമാണല്ലോ യേശു. അതുകൊണ്ട് ഈ കുറച്ചു കാലം കൂടി ഉഴപ്പിയിട്ട് സന്തോഷം കണ്ടെത്തി ജീവിച്ചുകൊണ്ട് യേശുവിനോട് പിന്നെ വന്ന് കയറാം എന്നൊക്കെ വിചാരിച്ച സമയമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ യേശുവിനെ വിളിച്ചു പറയുമ്പോൾ, ഈ വചനവുമായി നിൽക്കുമ്പോൾ, സംസാരിക്കും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എങ്ങനെയെങ്കിലും ഓടി വന്ന് കയറാൻ കഴിയുന്ന ഒന്നല്ല ദൈവസന്നിധി. ദൈവത്തിന്റെ അകത്ത് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനകത്തുണ്ടെങ്കിൽ മാത്രമേ ദൈവം തന്നിരിക്കുന്ന ആ സാഹചര്യത്തിനകത്ത്, ആ വാക്കുകൾക്കകത്ത് നമുക്ക് വന്ന് കയറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഓടി വന്ന് കയറാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാലും, നമുക്കിത് കയറി വരണമെന്ന് ചിന്തിച്ചാലും കയറി വരാൻ കഴിയില്ല. ഒരു പക്ഷെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ കഴിയത്തുള്ളൂ, ഈ യേശുവിലേക്ക് വരാൻ കഴിയത്തുള്ളായിരിക്കും. പക്ഷേ അടുത്ത നിമിഷമോ പിന്നീട് ഒരിക്കലും ചിലപ്പോൾ ഇതുപോലുള്ള സാക്ഷ്യമോ ഒന്നും കേൾക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. കേൾക്കുന്ന സമയം നാം നഷ്ടപ്പെടുത്തി കളയരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനമേ, നമുക്ക് തന്നിരിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. എന്നെ വിടുവിച്ച ദൈവം, എന്നെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന ദൈവം, ഞാൻ ഓർക്കാറുണ്ട്. പലരും വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അവരുടെ മക്കളെ കുറിച്ച്, അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറേ ഒന്നേ ഉള്ളൂ, എന്നെ വിടുവിച്ച ദൈവത്തിന് നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭർത്താവിനെ വിടുവിക്കാൻ കഴിയും. കാരണം ഞാൻ ഉഴപ്പിയപ്പോഴൊന്നും അവർ ഉഴപ്പുന്നില്ലല്ലോ, ഞാൻ അനുഭവിച്ചതുപോലൊന്നും അവർ അനുഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ദൈവത്തിന് അവരെ കൊണ്ട് അവരെ കൊണ്ട് എളുപ്പമാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ഈ രോഗം വന്നപ്പോഴും ഈ രോഗത്തിനകത്ത് എന്റെ കൂടെ വൈഫ് നിന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയി പിന്നീട് പലപ്പോഴും ചെക്ക് ചെയ്തായിരുന്നു, എന്റെ ഈ രോഗം അവൾക്കുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു. അവർക്കൊന്നും ഈ രോഗം ഉണ്ടായിട്ടില്ല, കുഞ്ഞുങ്ങൾക്കൊന്നും ഈ രോഗം ഉണ്ടായിട്ടില്ല. പിന്നീട് പഠിക്കുമ്പോഴും പിന്നീട് പല വചനത്തിന്റെ പല രീതി പഠിക്കുമ്പോഴൊക്കെ അറിഞ്ഞ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ ആത്മാവിനെ കുറിച്ചൊക്കെ ഞാൻ അധികമായി അറിയുന്നതൊക്കെ അങ്ങനെയാണ് എന്റെ മേൽ വ്യാപരിച്ചിരുന്ന രോഗത്തിന്റെ ആത്മാവിനെയാണ് അന്ന് ദൈവം മാറ്റിയതെന്നൊക്കെ ഞാൻ പിന്നീടാണ് ഇതേക്കുറിച്ച് അറിയാനിട വന്നത്. അതുകൊണ്ടാണ് ഈ രോഗത്തെ എന്റെ ഭാര്യയുടെ മേലിലോ കുഞ്ഞുങ്ങളുടെ മേൽ വരാതിരിക്കുന്ന കാരണമായത്. പലരും പറയാറുണ്ട്, അറിയില്ലാത്ത പലരും പറയാറുണ്ട്, ഈ രോഗം അവർക്കില്ലല്ലോ എന്നൊക്കെ. ഞാനും ചെക്ക് ചെയ്തപ്പം എനിക്ക് മാത്രം എന്നാണ് ഇത്ര വർഷമാണ് ഈ രോഗം നിന്നതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ രോഗത്തിന്റെ ആത്മാവിനെ കുറിച്ചും രോഗാത്മാവിനെ കുറിച്ചും രോഗത്തെക്കുറിച്ചും ഒക്കെ രണ്ടും രണ്ടാണെന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ പലപ്പോഴും ദൈവത്തോട് പോലും പറഞ്ഞിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സൗഖ്യമാക്കിയ, അല്ലെങ്കിൽ സൗഖ്യമായ രക്തമേ ഇനി എടുക്കാവുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ ദൈവത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് എന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം എടുക്കുന്നത് 18 വർഷം ശേഷമായിരുന്നു. എന്റെ ശരീരത്തിൽ പലപ്പോഴും പലർക്കും വേണ്ടി രോഗത്തിന് വേണ്ടി രക്തം വേണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എന്റെ ശരീരവും ഒക്കെ കണ്ടപ്പോൾ രക്തം ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്റെ അകത്ത് മുഴുവൻ ഈ രക്തം എടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തെക്കുറിച്ച് അവർ അറിയില്ലോ എന്ന് ഭയം കൊണ്ട് ഞാൻ ഓരോ കാര്യം പറഞ്ഞ് പുറത്ത് മാറി നിൽക്കുമായിരുന്നു. അന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൗഖ്യമാക്കിയ രക്തമേ എന്റെ ശരീരത്തിൽ എടുക്കാവുള്ളൂ എന്ന് പറയുവാനിട വന്ന്. അങ്ങനെ പല സമയങ്ങളിൽ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. എന്റെ സംശയം കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, പോലും ഒരു തുള്ളി രക്തം എടുത്തിട്ടില്ല. ഞാൻ സൗഖ്യമായതിന്റെ ശേഷം പിറ്റേ ദിവസമാണ് എന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം എടുത്തത്. ഞാൻ ഈ സമയത്ത് അത് പറയുകയായിരുന്നു, ഓർക്കുകയായിരുന്നു. കാരണം ദൈവത്തോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ മറന്ന് നമ്മൾ പോയെങ്കിലും ദൈവം മറക്കുന്നവരല്ല. ഞാൻ അന്ന് ഒരിക്കലും എപ്പോഴോ പറഞ്ഞ പ്രാർത്ഥന സംഭവമായിരുന്നു. പക്ഷെ അതിനുശേഷം എന്റെ സൗഖ്യമാക്കിയതിന്റെ പിറ്റേ ദിവസം എന്റെ രോഗത്തെക്കുറിച്ച് ഞാനൊരു അവസാന കാലഘട്ടത്തിൽ, അതായത് 38-ാമത്തെ വയസ്സാകുന്ന സമയത്ത്, ഒരു വർഷം മുന്നേ 37-ാമത്തെ വയസ്സിലൊക്കെ എന്റെ കൂടെ നടന്ന സുഹൃത്തുക്കളൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ എയ്ഡ്സ് രോഗിയാണ്, എന്നെ യേശു സൗഖ്യമാക്കാൻ ഇന്ന ദിവസം പറഞ്ഞിട്ട്. കാരണം അത്രയും നാള് ഞാൻ പറയായിരുന്ന എന്റെ കൂടെ നടന്ന ശുശ്രൂഷകന്മാര് അവരൊക്കെ എന്റെ ഓട്ടവും എന്റെ സ്വതന്ത്രം കർത്താവിനുള്ള എരിവൊക്കെ കണ്ടപ്പോൾ
അവരൊക്കെ ഓർത്ത് എനിക്കെന്തോ വലിയ എന്തോ സംഭവം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ഞാൻ അവർക്ക് ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞവരോട്, ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്, ആർക്കും അറിയത്തില്ല, എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, അത് ഇന്ന ദിവസം എനിക്ക് സൗഖ്യം ദൈവം തരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ദൈവത്തിന്റെ ഓർണം എരിവുള്ളതായി മാറണമൊക്കെ ഞാനോട് പറയാനുണ്ടോ, ബലപ്പെടുത്താൻ വേണ്ടി മാത്രം അന്ന് ഞാൻ പറഞ്ഞു. എന്നുണ്ടെങ്കിലും പിറ്റേ വർഷം സൗഖ്യമാക്കിയപ്പം ആദ്യം ചെന്ന് ഞാൻ ഇവരോടാ പറഞ്ഞത്, എന്നെ യേശു ഇന്നലെ രാത്രി സൗഖ്യമാക്കി, 7:40 സൗഖ്യമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ അവരെന്നൊക്കെ എന്നെ വിലക്കി, ഇതൊക്കെ ചുമ്മാതാന്ന്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എയ്ഡ്സ് എന്ന രോഗത്ത് ഇല്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയും. എന്നാൽ എയ്ഡ്സ് രോഗം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ചെന്ന് യേശുവിന്റെ ഈ സാക്ഷ്യഭാഗവും അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് എയ്ഡ്സ് ഇല്ല എന്നുള്ള മേടിക്കാൻ വേണ്ടി ഓടിയപ്പോൾ അവരെന്നെ തടയേണ്ട വന്ന്, മാറിയില്ലെങ്കിലോ എന്ന ചോദ്യം അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കിയത്, ഹല്ലേലൂയ, ആ യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്. അതുകൊണ്ട് ഞാൻ രാവിലെ പോയി ഞാൻ റിപ്പോർട്ട് മേടിക്കും. ഞാൻ രാവിലെ ചെന്ന് ലാബ് തുറപ്പിച്ച് മേടിക്കുന്ന റിപ്പോർട്ട് മേടിക്കുക ചെയ്ത്, കോട്ടയത്ത് നിന്ന് എയ്ഡ്സ് എന്ന രോഗത്തിന്റെ ആ റിപ്പോർട്ട് ഇല്ല എന്ന റിപ്പോർട്ട് രാവിലെ മേടിച്ചുകൊണ്ടെന്ന് എന്നെ എതിർത്ത അല്ലെങ്കിൽ എന്നെ പറഞ്ഞവരുടെ മുന്നിൽ കണ്ട് ഈ റിപ്പോർട്ട് ഞാൻ കാണിച്ച്. കാരണം അല്ലെങ്കിൽ എനിക്കറിയാം, യേശു തൊട്ടാൽ അവിടെ സൗഖ്യം ഉറപ്പാണ്. കർത്താവിന്റെ മഹത്വം. ദൈവം തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനത് സൗഖ്യം ഉറപ്പാണ്. അവൻ ദൈവം നമ്മളെ തൊട്ട്, ദൈവത്തിന് തെറ്റ് നമ്മുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വിടുതൽ ഉറപ്പാണ്. നമുക്ക് ഉറപ്പാണ്. നമ്മുടെ എവിടെ എന്താണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്? അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരുപാട് ഈ സൗഖ്യത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും അധികമായി പറയുന്ന ഇതിനെ കുറിച്ചാണ്, കൃഷിനെ കുറിച്ചാണ് ഞാൻ ഏറ്റവും അധികമായി സംസാരിക്കുന്നത്. കാരണം എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി മരിച്ച ഈ കർത്താവിനെ, എന്റെ രോഗസൗഖ്യത്തെ കുറിച്ച് അധികമായി യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും നിത്യത്തെ കുറിച്ചും മാത്രം ഞാൻ പറയാറുള്ളത്. ഞാനിപ്പം എന്റെ സാക്ഷ്യമായി ഇങ്ങനെ പറയുമ്പോൾ ഈ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നുള്ള ദൈവവചനമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സാക്ഷ്യത്തിലൂടെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അധികമായി ഞാൻ പറയുന്നത് നിത്യത്തെ കുറിച്ചാണ്. യേശു കർത്താവ് വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. യേശു നമ്മെ ചേർക്കുവാൻ, അവനെ ഒരു പ്രത്യാശയെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ അവൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം അവന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാൻ, ഒരുക്കമുള്ളതായി മാറുവാൻ ഈ സന്ദേശമൊക്കെ അതിനൊരു മുഖാന്തരമാകട്ടെ എന്ന് കൂടി ഞാൻ ഉറപ്പെടുത്തിയാണ്. ഇനി ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ സ്നേഹം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ സാക്ഷ്യമായി ദൈവം വിടുവിച്ച വിടുതലിനെ അരോമ ടിവിയിലൂടെ നിങ്ങളുടെ മധ്യേ വിളിച്ചറിയാൻ കിട്ടിയ ആ വലിയ ഭാഗ്യത്തെ ഈ സമയത്തെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്നെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയും സ്നേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിന്റെ മിനിസ്ട്രിയിൽ അവൻ നടത്തുന്ന അവന്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ കുടുംബം, എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു വാക്കിനാൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഞങ്ങളെ അതിവാത്സമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് അരോമ ടിവിയിലൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത സാക്ഷ്യത്തെ വിളിച്ചറിയിക്കാൻ കിട്ടിയ ആ വലിയ ഭാഗ്യത്തെ ഓർക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പ ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാൻ, സൗഖ്യങ്ങൾ കൊടുക്കുവാൻ, വിടുതൽ കൊടുക്കുവാൻ, അവരേത് ആവശ്യങ്ങൾക്ക് മധ്യേ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഏതാവശ്യങ്ങൾക്ക് മധ്യേ കർത്താവിന്റെ സന്നിധിയിൽ അവർ വന്നിട്ടുണ്ടോ, അതിനുമേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന യഹോവയുടെ വലം കൈ വീരം പ്രവർത്തിക്കുവാൻ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ടുണ്ടാകണം. ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണം. ദാസന്റെ കുടുംബത്തെ ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം. അധികമായി ദൈവം മാനിക്കുവാൻ തക്കവണ്ണം ഈ മിനിസ്ട്രിയിലൂടെ അനേകർ കടന്നു വരുവാനും ദൈവത്തിന്റെ സാക്ഷിയായി മാറുവാനും, അനേകർ കർത്താവെ ഈ ശുശ്രൂഷ അവൻ അനേകർക്ക് ആശ്വാസം വിടുതൽ നൽകുവാൻ, എന്റെ ദാസന് കൊടുത്ത ദർശനങ്ങൾ പ്രവർത്തനമൊക്കെ അനുഗ്രഹമാക്കുവാൻ സ്വർഗ്ഗം സഹായിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലതമേ ദൈവം അനുഗ്രഹിക്കണം. എല്ലാ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണം. ദൈവനാമഹത്വം തീർക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ ദാസൻ അജികുമാർ ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തട്ടെ. കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെ ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നു എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരും. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com